രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. സ്തോത്രം. മൂത്ത മകളുടെ പേര് ധനുശ്രീ, രണ്ടാമത്തെ മകൾ അക്ഷ. സ്തോത്രം. കർത്താവിൽ സ്തോത്രം. എല്ലാ ദാസന്മാരും എന്നെയും ഈ വളരെ സ്നേഹമുള്ള സ്തോത്രം, വലിയ സ്തോത്രം, വലിയ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് സ്തോത്രം പിന്നെയും സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സ്തോത്രം അടിയനോട് കൃപ കാണിച്ചു. സ്തോത്രം. അങ്ങനെ സ്തോത്രം നിങ്ങളുടെ മധ്യേയും എനിക്ക് എത്തി സ്തോത്രം ദൈവത്തിന്റെ സ്നേഹത്തെ ഘോഷിക്കുവാൻ കർത്താവ് എന്നെയും വീണ്ടെടുത്ത സ്തോത്രം വിധങ്ങളെ വർണ്ണിക്കുവാൻ, എനിക്ക് ചെയ്ത ഉപകാരങ്ങളെയൊക്കെയും പറയുവാൻ സ്തോത്രം ദൈവം എനിക്ക് തന്ന വലിയ സാവകാശത്തിന് സ്തോത്രം. അതിന് മുഖാന്തരമായി കർത്താവ് സ്തോത്രം ദൈവത്തിന്റെ ദാസി റേച്ചൽ ഫിലിപ്പ് അമ്മച്ചിയാണ്, അമേരിക്കയിലായിരിക്കുന്ന അമ്മച്ചിയാണ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കർത്താവിൽ പ്രിയ ദാസിക്കും ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ വലിയ വിലപ്പെട്ട മാതാപിതാക്കൾക്കും എല്ലാം സഹോദരിമാർക്കും എല്ലാം യേശുക്രിസ്തു നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. സ്തോത്രം. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു പാട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല, എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല, എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റം തരുന്നിതാ. നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്ഥനാഥാ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്ഥനാഥാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല, എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ സ്തോത്രം. യേശുനാഥൻ സ്തോത്രം നമുക്ക് തന്ന വലിയ 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 വില. സ്തോത്രം. നമ്മൾ മക്കളായി തീരുവാൻ സ്തോത്രം. ഞാനും ഹല്ലേലൂയ സ്തോത്രം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന എന്നെ സ്തോത്രം കർത്താവായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്ന ഒരുവളായിരുന്നു ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ രക്തത്തിന്റെ ആ വിലയാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ സ്തോത്രം പിതാവ് ആകർഷിച്ചിട്ട് ഹല്ലേലൂയ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു, ആ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവന് സ്നേഹിക്കുവാൻ മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. അവന്റെ സ്വഭാവം അവന്റെ സ്തോത്രം അവൻ സ്നേഹമാ. അവൻ നമ്മളെ സ്നേഹിച്ച മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം നമ്മളിലേക്ക് സ്തോത്രം സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് മാറിപ്പോയിരുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും പാപത്തിലേക്ക് സ്തോത്രം പിശാച് സ്തോത്രം 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 ഹവ്വ അമ്മച്ചി സ്തോത്രം തെറ്റിച്ചു. ആദ്യമേ അനുസരണക്കേടിൽ എല്ലാ മനുഷ്യരും ഹല്ലേലൂയ സ്തോത്രം തെറ്റിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എല്ലാവരും അനുസരണക്കേടിലായി പോയി, പാപത്തിന്റെ വഴികളിൽ ദൈവത്തിനോടുള്ള തേജസ് നഷ്ടപ്പെട്ടു പോയ ആ സമയത്ത് ഹല്ലേലൂയ കർത്താവിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ പുതുതായി ജനിക്കുവാൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്താൽ ജനിക്കുവാൻ വിശുദ്ധരായി നിഷ്കളങ്കരായി കർത്താവിന്റെ സ്ഥലത്ത് നമ്മള് സ്വർഗസ്ഥലത്തിൽ ഇരിക്കുവാൻ ഇപ്പോഴും നമ്മളായിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മള് കർത്താവിന്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ വീണ്ടെടുത്ത ആ രക്തം, വീണ്ടെടുത്ത വചനം, നമുക്ക് ആത്മാവാകുന്ന ജീവനാകുന്ന വചനം നമ്മളെ അത് കേട്ടത് മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം ഞാനും ഹല്ലേലൂയ ദൈവത്തിന്റെ ആ സ്നേഹ സ്വരൂപന്റെ രാജ്യത്തിലായെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് വേറെ എന്തിനെക്കാട്ടിലും എനിക്ക് പറയുവാൻ ഉള്ള സ്തോത്രം ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാനപ്പോ എനിക്ക് ഒരുപാട് വചനങ്ങൾ തന്നു സ്തോത്രം. ഞാൻ പലതും ഇങ്ങനെ ദൈവമക്കൾ എൻ്റെ പ്രിയപ്പെട്ടവരായ എന്നെ സ്നേഹിച്ചു എന്നെ അടുത്തിരുത്തി എൻ്റെ സാക്ഷ്യം, എന്നെ ദൈവം സ്നേഹിച്ച മാർഗമൊന്ന് വഴിയൊന്ന് അത് കേൾക്കാനാണ് നിങ്ങൾ
നിങ്ങള് സ്തോത്രം എന്നെ ഇതിൽ അനുവദിച്ചിരിക്കുന്നത് ആ സ്നേഹ നിമിത്തം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും ഞാൻ വളരെ സ്തോത്രം വളരെ സ്നേഹത്തോടെ ദൈവത്തിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ ആ ഒരു സ്നേഹത്തില് നമ്മളെ കർത്താവ് ചേർത്തണയ്ക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ കഴിവുകൾ നോക്കിയിട്ടല്ല കർത്താവ് സ്തോത്രം നമ്മളെ സ്നേഹിച്ച്, നമ്മൾ ശത്രുവായിരിക്കുമ്പോഴേ സ്നേഹിച്ചു. നമ്മുടെ കളർ നോക്കിയിട്ടല്ല, അത് നമ്മൾ എവിടെ ജനിച്ചു, ആഫ്രിക്കയിലാണോ ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ എന്ന് ഓർത്തിട്ടല്ല, ഏത് കുടുംബത്തിലോ എന്ന് ഒന്നും നോക്കിയിട്ടില്ല. കർത്താവിന് നമ്മൾക്ക് തറവാടിത്വം ഒക്കെ ഉള്ളത്. നമ്മൾ പറയുന്നു സ്തോത്രം, കർത്താവിലേക്ക് മാറുമ്പോൾ അയ്യോ തറവാടിന് പേര് മാനക്കേട് വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം പലരും സ്തോത്രം നമ്മൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കുടുംബത്തിലെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പാരമ്പര്യമായിട്ട് കുറച്ച് സമ്പത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പറയാൻ ഭക്തി എന്ന് പറയുന്നത് മാതാവിന് വളരെ ഭക്തിയുള്ള ക്ഷേത്രത്തിൽ സ്തോത്രം ആ ഭവനത്തെക്കാട്ടിലും വലിയ ക്ഷേത്രമായിരുന്നു തൊട്ടപ്പുറത്ത്. സർപ്പക്കാവും അങ്ങനെ കാവും കുളവും അങ്ങനെ വേറെ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു ചുറ്റുവട്ടത്ത് വളർത്തപ്പെട്ട ഒരു മാതാവായിരുന്നു എന്റെ മാതാവ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പനാവട്ടെ സ്തോത്രം ഒരു വലിയ പത്രാസും പാരമ്പര്യവും ഇങ്ങനെ സ്തോത്രമുള്ള ഒരു കുടുംബത്തില് വളരെ പേര് കേട്ട ഒരു കുടുംബത്തിലായിരുന്നു അപ്പനായിരുന്നത് സ്തോത്രം. പക്ഷെ അപ്പന്റെ സ്വഭാവം സ്തോത്രം സ്വഭാവം എന്ന് വെച്ചാൽ 5ാം ക്ലാസ് തൊട്ടേ മദ്യപിക്കുന്ന ഒരു സ്വഭാവം. കാരണം നല്ല പൈസ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പന് ഒരു പ്രമാണിയായിരുന്നു സ്തോത്രം. ഇങ്ങനെ തേങ്ങാ വെട്ടായിരുന്നു. അപ്പൊ ഒത്തിരി വേലക്കാരും നല്ല സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കെട്ടുവള്ളങ്ങളും തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ ദേശത്ത് വളരെ മാനിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. പക്ഷെ എന്റെ പിതാവ് സ്തോത്രം വളരെ മദ്യപാനി, ഒത്തിരി കൂട്ടുകെട്ടും അങ്ങനെ ആയിപ്പോയി. ക്രിസ്ത്യൻസ് ആ കൂട്ടുകെട്ട്. ഹല്ലേലൂയ സ്തോത്രം. പേര് കേട്ട അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ക്രിസ്ത്യാനികളോടൊപ്പം അങ്ങനെ നാടകങ്ങളൊക്കെ കളിക്കാൻ പോകുമായിരുന്നു. ചെറിയ പ്രായത്തിലെ തൊട്ട് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. മദ്യത്തിനും സ്മോക്കിങ്ങിനും അടിമയായിട്ട് ഹല്ലേലൂയ സ്തോത്രം തീർന്നു. അപ്പൊ പെട്ടെന്ന് വീട്ടുകാർ വിചാരിച്ചു ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവനാണ് നേരെയാകും എന്ന് വിചാരിച്ചു ചെറിയ പ്രായത്തിലെ വിവാഹം കഴിച്ചു. പക്ഷെ മദ്യത്തിന്റെ അടിമയായിരുന്ന എന്റെ പിതാവ് സ്തോത്രം വിവാഹം കഴിച്ചപ്പോൾ ആ മാതാവിന് അത് സഹിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹല്ലേലൂയ എന്ത് വിചാരിച്ചു സ്തോത്രം, ഒരു കുഞ്ഞൊക്കെ ആയി. ഹല്ലേലൂയ സ്തോത്രം. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആ അമ്മയുടെ സ്തോത്രം വീട്ടുകാരെല്ലാം വരും, ഇവിടെ വരും. അവര് സ്തോത്രം ആലപ്പുഴ എല്ലായിരുന്നു അവരുടെ വീട്. സ്തോത്രം. അവര് ഇവിടെ വരുമ്പോൾ അപ്പൻ കാണത്തില്ല. ചീട്ട് കളിക്കുന്ന പറമ്പുകളിലായിരിക്കും. ഒരു ദിവസവും റെഡിയായി വരത്തില്ല. പല ദിവസങ്ങൾ അവർ വന്നു പോയി. പല ഞായറാഴ്ചകൾ കഴിഞ്ഞു സ്തോത്രം. ഇനിയും 5 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇനിയും ആ മാതാവിന് നാണക്കേട് കൊണ്ട് ഇനിയും വയ്യ. ഇനി എൻ്റെ അപ്പനും അമ്മയും ഇന്ന് വരുമ്പോ ഞാൻ എന്തു പറയും എന്ന് ഓർത്തിട്ട് സ്തോത്രം അവിടെ ഇങ്ങനെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒത്തിരി തെങ്ങും തോപ്പൊക്കെ ഉള്ള വീടായിരുന്നു. അപ്പൊ തെങ്ങിനടിക്കുന്ന വിഷം അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആ വിഷം കഴിച്ചിട്ട് സ്തോത്രം അവര് വരുന്ന ആ സമയം രാവിലെ ആയപ്പോഴത്തേക്കിന് തന്നെ കുഞ്ഞുമായിട്ട് ആ റൂമിലായിരുന്നു. അപ്പൻ വന്നിട്ടില്ല. സ്തോത്രം. പുറത്ത് ദൂര സ്ഥലത്ത് ഇത്തിരി മാറി വേറൊരു പറമ്പിലായിരുന്നു. അങ്ങനെ ആയിരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ ഇവര് വന്നപ്പോഴത്തേക്കിനും റൂം തുറക്കുന്നില്ല. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് സ്തോത്രം അവര് കുറെ നേരം വിളിച്ചു. അങ്ങനെ ആ അമ്മ എന്ത് ചെയ്ത് സ്തോത്രം വിഷക്കുപ്പി കുറച്ച് വിഷം വായിൽ കാണാം. അങ്ങനെ മരിച്ചു. പകുതി അവര് നോക്കിയപ്പം മരിച്ചു കിടക്കുക. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കുറച്ച് ആ കുഞ്ഞിനെ മാതാവിന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് അവരന്ന് തന്നെ പോയി. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അപ്പനാണ് ഒറ്റപ്പെട്ടു. പിന്നെയും താന്തോന്നിയായിട്ട് തന്നെ പിന്നെയും പോയി. സ്തോത്രം. കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോ പിന്നെയും ഇവനെ ഒന്ന് നന്നാക്കാം എന്ന് വിചാരിച്ചിട്ട് റിലേറ്റീവ്സ് അപ്പൻ സ്തോത്രം അങ്ങ് മരിച്ചുപോയി. സ്തോത്രം. പിന്നെ അമ്മയായിരുന്നു. റിലേറ്റീവ്സിന്റെ കൂട്ടത്തിൽ അച്ഛന്റെ പെങ്ങന്മാരെല്ലാം വളരെ വലിയ നിലയിൽ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം കല്യാണം കഴിച്ചിട്ട് വളരെ നന്നായിട്ട് അവരെയൊക്കെയും വിട്ടു. അച്ഛൻ മാത്രം ഇങ്ങനെ മദ്യപാനിയായി. അപ്പൊ എല്ലാവരും പെങ്ങന്മാരെല്ലാം വിചാരിച്ചു ഒരു വിവാഹം കഴിപ്പിച്ചാൽ എന്താ ഒന്നുകൂടെ അവനൊന്ന് നേരെയാക്കും. പിന്നെ കുറച്ചുകൂടെ അഡ്വൈസ് ഒക്കെ കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ എത്ര അഡ്വൈസ് ഈ ലോകത്തിൽ കൊടുത്താലും ഹല്ലേലൂയ സ്തോത്രം എന്താ നമുക്ക് പറയാൻ
പറയാൻ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ആ അനുസരണത്തിന്റെ ആത്മാവ് വന്നില്ല എങ്കിൽ, കർത്താവ് നമ്മൾ വന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ അനുസരണക്കേട് ഹവ്വാമ്മ ചെയ്തത് മുഖാന്തരം എല്ലാവരും അനുസരണം കെട്ടവരായിപ്പോയി. പുതുതായി ജനിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുവിലായില്ലെങ്കിൽ ഒന്നും ആർക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കർത്താവില് നമുക്ക് ഒരുപാട് സ്തോത്രം പറയുവാനുണ്ട്. അങ്ങനെ വിവാഹം രണ്ടാമത് എൻ്റെ അമ്മേനെ വിവാഹം ചെയ്ത് അങ്ങനെ സ്തോത്രം ഞങ്ങള് ആയിരുന്ന ആ ഒരു സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ സ്തോത്രം, വളരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കർത്താവിന്റെ കൃപയാല്, ഹല്ലേലൂയ സ്തോത്രം, നാളുകളൊക്കെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഹല്ലേലൂയ എൻ്റെ ദൈവത്തെ അറിയുവാൻ എനിക്ക് ഇടയായി. അതൊക്കെയും വലിയൊരു സാക്ഷ്യമാ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ നമ്മൾ ദൈവത്തിന്റെ വചനം സ്തോത്രം പറയുന്ന പോലെ ഇന്ന് ഈ സാക്ഷ്യത്തിൽ നിന്നൊക്കെയും ഇവിടെ വരെ എന്നെ കൊണ്ടുവന്ന വളരെ ദീർഘമായ ഒരു സാക്ഷ്യമാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എനിക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വചനം സ്തോത്രം എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിക്കുക. ഹല്ലേലൂയ ഓടിയെത്തുന്ന ഹൃദയത്തിലേക്ക് വരുന്ന ഒരു വാക്യം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഏറെ ഞാൻ സ്നേഹിച്ച സ്തോത്രം, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എനിക്ക് നൽകിയ ഒരു വചനമാ. ഹല്ലേലൂയ സ്തോത്രം. ഉത്തമ ഗീതങ്ങളില് ഹല്ലേലൂയ അതിന്റെ 2-ാം അധ്യായത്തില് ഹല്ലേലൂയ സ്തോത്രം 16-ാം വാക്യം ഇങ്ങനെ വായിക്കുക. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടും മേയ്ക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ഇത്രയും സ്തോത്രം, നമ്മൾ ഇത്രയും വലിയ ദാസിമാരും സ്തോത്രം വലിയൊരു കൂട്ടമായിട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൽ ഒരാളെ ഉള്ളെങ്കിലും അത് ദൈവത്തിന് വലിയതാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിയ കൂട്ടായ്മയാ. വലിയ കടന്നു വരാൻ കഴിയാത്തവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദൈവത്തിന്റെ രാജ്യം, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് വില കൊടുത്ത് സ്ഥാപിച്ച ആ വലിയ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം വിലയിട്ടിരിക്കുന്നത് വലിയ, നീ എനിക്ക് സ്തോത്രം വലിയവളായി എണ്ണിയിരിക്കുന്ന, നീ എനിക്ക് എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ എണ്ണിയിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ സ്നേഹം സ്തോത്രം എനിക്ക് തരുമോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം. നീ എനിക്ക് എന്തു പകരം തരുള്ളവൻ? ഇന്നലെയും ഇന്നും എന്നേക്കും. ഹല്ലേലൂയ സ്തോത്രം. അവൻ വാക്കുമാറത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിന്റെ സ്നേഹം പലവിധമായി മാറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പ അമ്മ മാറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ കർത്താവിന്റെ സ്നേഹം മാറാത്ത ഒരു സ്നേഹമാ. ആ സ്നേഹത്തിലേക്ക് എന്നെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം പിതാവ് ആകർഷിച്ചതുകൊണ്ട് ആ പുത്രനെ ചുംബിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കർത്താവിൽ എന്നോട് ചോദിച്ച ഒരു കാര്യം ആദ്യം എനിക്ക് പറയാനുള്ളത്. ദൈവം എന്നോട് ചോദിച്ചു, ഹല്ലേലൂയ സ്തോത്രം, നീ എന്നെ സ്തോത്രം ഇതിലധികമായിട്ട് ഒരുപാട് സ്നേഹം നമ്മൾ തേടിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അടിയനായാലും ഹല്ലേലൂയ സ്തോത്രം ചെറിയ പ്രായം തൊട്ടേ സ്നേഹം എന്തെന്ന് അറിയാത്ത ഒരു അച്ഛന്റെ ഈ സ്വഭാവം കാരണം ഹല്ലേലൂയ സ്തോത്രം സ്നേഹം എന്തെന്ന് കുടുംബത്തിൽ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അച്ഛൻ പിന്നീട് അമ്മേനെ രണ്ടാമത്തെ അമ്മയിലായിരുന്നു ഞങ്ങൾ 3 മക്കൾ ഉണ്ടായി. സ്നേഹം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കുടുംബത്തില് ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. സ്നേഹം എന്തെന്ന് അറിയത്തില്ല. കാരണം അച്ഛൻ ആണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഗ്രാൻഡ് മദർ വളരെ നല്ല നല്ല പെട്ടിയായിരുന്നു. സ്തോത്രം. പുള്ളിക്കാരി അങ്ങനെ ആയിരുന്നത് കൊണ്ട് 3 പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട്. അവരെ നല്ല നല്ല ഇങ്ങനെ സൗന്ദര്യമുള്ളവരോട് തന്നെ കല്യാണം കഴിച്ചു വിട്ടതാ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർക്കുണ്ടായ കുഞ്ഞുങ്ങളും സ്വാഭാവികമായിട്ട് എന്തായിരുന്നു, അവർക്ക് ഉള്ളവരാ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എൻ്റെ അപ്പന് സ്തോത്രം ഞാൻ ഉണ്ടായപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ അത്രയും ഹല്ലേലൂയ സ്തോത്രം വലിയ സൗന്ദര്യമൊന്നും സൗന്ദര്യം കർത്താവിന്റെ കൃപയാൽ ഇപ്പൊ എനിക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായി എന്നെ ദൈവം സൃഷ്ടിച്ചതെന്ന് എനിക്ക് ഹല്ലേലൂയ സ്തോത്രം എന്നാണോ അന്ന് എനിക്ക് റിയലി ഹല്ലേലൂയ സ്തോത്രം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞപ്പോ തൊട്ടാ ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് വിടുതൽ പ്രാപിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയും, ഒന്നിനും കൊള്ളരുതാത്ത ആ ചെറിയ പ്രായത്തിലെ തൊട്ടേ ഒറ്റപ്പെട്ട ഒരവസ്ഥയില് ഹല്ലേലൂയ. അച്ഛൻ പിന്നീട് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ മദ്യപാനത്തിന് അടിമയായതുകൊണ്ട് പിന്നെ വീട്ടിൽ തന്നെ മദ്യം ഉണ്ടാക്കും, ചാരായം വാറ്റുമായിരുന്നു. സ്തോത്രം. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക്
സന്ധ്യ ആവുമ്പോഴത്തേക്കിന് അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് കുടിച്ചേച്ചു പോവും. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ്, ഹല്ലേലൂയ സ്തോത്രം, കാത്തലിക്സ് അവർ അങ്ങനെയുള്ളവരാ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാര്. അപ്പൊ എനിക്ക് സ്തോത്രം അമ്മ ആകെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം മാത്രമുണ്ട്. അത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു വെളിച്ചം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ കണ്ടിരുന്നത്. അമ്മയുടെ കണ്ണുനീര്, ഹല്ലേലൂയ മാത്രം. അങ്ങനെയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരുന്നത്. ആദ്യത്തെ സ്തോത്രം അമ്മ മരിച്ചു. വളരെ ക്ലേശങ്ങളിലൂടെ എൻ്റെ മാതാവ് മുന്നോട്ട് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന, ഒത്തിരി കഷ്ടതയിലൂടെ ആണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നേ. അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്തോത്ര റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആങ്ങള ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സ്തോത്രം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നു. കർത്താവിന്റെ കൃപയാല് ഹല്ലേലൂയ സ്തോത്രം അമ്മ ആഗ്രഹിച്ചു എന്നെ വളർത്തി ഹല്ലേലൂയ ഒരു പ്രായമാകുമ്പോഴത്തേക്കിന് ഒരു നഴ്സിങ്ങിന് വിടണം എന്നൊക്കെ ആഗ്രഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം ചെറിയ പ്രായം തൊട്ടേ സൗന്ദര്യത്തിന്റെ പേരിൽ ഈവൻ അമ്മയുടെ അപ്പന്റെ വീട്ടിൽ നിന്ന് ഏറെ റിലേറ്റീവ്സ് ഏറെ പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത, അല്ലെ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു. അല്ലെ സുദ്ര എപ്പോഴും എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ കിട്ടിയിട്ടേ ഉള്ളൂ. അല്ല ഡിസ്റ്റിങ്ഷന് 5 മാർക്കൊക്കെ കുറഞ്ഞിട്ടായിരിക്കും ചിലപ്പം കിട്ടുന്നത്. അങ്ങനെയാണ് സുദ്ര ഞാൻ പാസ്സായിട്ടുള്ളത്. അങ്ങനെ കർത്താവ് ഹല്ലേലൂയ സുദ്രനെ എപ്പോഴും അങ്ങനെ ഒരിക്കലും സെക്കൻഡ് ക്ലാസ് ആയി പോയിട്ടില്ല. ഫസ്റ്റ് ക്ലാസ് തന്നെ എപ്പോഴും ഇങ്ങനെ മേടിച്ച് ഞാൻ കൃപയാല് വരും. പഠിക്കാനൊന്നും വീട്ടിൽ ഒരു സാഹചര്യവുമില്ല. സ്തോത്രം ചാരായം വാറ്റുമ്പം അല്ലേ സ്തോത്രം എന്ത് ചെയ്യും, അച്ഛൻ പറയും പോയി കിടന്നു. പരസ്പരം ആങ്ങളമാര് രണ്ടുപേരും മൂത്തവരുണ്ട്, അവരോടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ അവിടെ കതവിന്റെ അവിടെ നിന്ന് വന്ന് നോക്കും. സ്തോത്രം എന്താണ് പറയുന്നത് എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. വളരെ വളരെ ക്ലേശകരമായിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വേദനപ്പെട്ടു, ഒന്നും കഴിക്കാതെ പട്ടിണിയായിട്ട് പോയിട്ടുണ്ട്. ഇടയ്ക്ക് മൂത്ത സഹോദരൻ വന്ന ബ്രെഡ്, മഞ്ഞ കളറുള്ള ബ്രെഡ്, മധുരമുള്ള ബ്രെഡും റസ്കും ഒക്കെ മേടിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറക്കി വന്നിട്ട് വിളിച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം ഇടയ്ക്ക് ക്ലാസ് ടീച്ചറിനോട് പറയും എൻ്റെ അനിയത്തി ഒന്നും കഴിച്ചിട്ടില്ല, എൻ്റെ അനിയനൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളെ വേറെ ക്ലാസ് നടക്കാത്ത വേറെ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി കഴിപ്പിച്ച നാളുകളൊക്കെ ഓർക്കുന്നു. അങ്ങനെ മുന്നോട്ട് വന്നു. 10th ആയി. സ്തോത്രം നാട്ടുമ്പോ ഗ്രാമപ്രദേശമായിരുന്നു. കുഴപ്പമില്ലാത്ത ഒരു സ്തോത്രം ഒരു നല്ല മാർക്കോടുകൂടി 10th പാസ്സായി. അപ്പം അവിടെ എല്ലാം വേറെ ഇങ്ങനെ ഷെഡ്യൂൾഡ് ആൾക്കാരും ഉണ്ട്. അപ്പൊ എൻ്റെ വീടാകട്ടെ ഈഴവ ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള കുടുംബമായി, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ ഷെഡ്യൂൾഡ് ആൾക്കാരോടൊന്നും നമ്മൾ സഹകരിക്കാനോ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ അവരെ കാത്തലിക്സ് ആയിട്ടുള്ള ആൾക്കാര് വളരെ റെയർ ആയിട്ടുള്ള മുസ്ലിംസ് ഒക്കെ ഉണ്ട്. അവരോടൊന്നും നമ്മൾ സംസാരിക്കണം. അവരുടെയൊക്കെ മക്കൾ വലിയ ആൾക്കാരുവാ, നമ്മളെക്കാട്ടിലും ഒത്തിരി ഏജ് ആയിട്ടുള്ളവരാ. അവരുടെ ക്ലാസ് ഒന്നും ഈ ഷെഡ്യൂൾഡ് ഉള്ള ആൾക്കാർ നമ്മുടെ തന്നെ ലെവലിലുള്ള ആൾക്കാരുണ്ട്. അവരോടൊന്നും സംസാരിക്കാനൊന്നും വീട്ടുകാർ സമ്മതിക്കത്തില്ല. അവരെയൊക്കെ വിളിക്കുമ്പോൾ പേര് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. പേര് വിളിക്കാതെ പേര് വിളിക്കുക, അവരെ അമ്മയോ നല്ല നമ്മുടെ ഒരു ഏജിന് റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പറയും അവരെ അങ്ങനെയല്ല വിളിക്കേണ്ട, അവർ താഴെയുള്ള ജാതികളാ എന്ന്. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഒരിക്കലും ദൈവം തോന്നിപ്പിച്ചിട്ടില്ലായിരുന്നു. സ്തോത്രം ചെറിയ പ്രായത്തില് സുവിശേഷത്തിനോടൊന്നും എനിക്ക് കർത്താവിനെ അറിയാനോ ഒന്നും എനിക്കൊരു സാവകാശം കിട്ടിയിരുന്നില്ല. പക്ഷെ രാവിലെ സ്തോത്രം എന്റെ വാതിക്കല് ആരോ വെളുപ്പിന് 4 o'clock അല്ലെ 5 o'clock ഞങ്ങള് എഴുന്നേൽക്കുമ്പോൾ ട്രാക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ അത് സാധാരണ തൂത്തു അതങ്ങ് കൊണ്ട് കളയുക, ആരും നോക്കത്തില്ല. ഞാൻ പക്ഷേ കൃപയാല് അതെടുത്ത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സ്വർഗം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കർത്താവിന്റെ കൃപയാല് അത് മാലാഖമാരുടെ ഒക്കെ പടമായിരിക്കും അതിനകത്ത് ട്രാക്റ്റിന്റെ ഫ്രണ്ടില്. അപ്പൊ അങ്ങനെ ഒരു കർത്താവുണ്ട്. അങ്ങനെ വാസ്തവമായിട്ട് എനിക്ക് കർത്താവ് ആരാ, ദൈവം രക്തം നൽകി മാനവജാതിയെ രക്ഷിച്ചു, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അറിയാനായിട്ടൊന്നും ഒരു സാഹചര്യം ഒന്നും അല്ലെ ബൈബിളിലേക്ക് തിരിഞ്ഞോ ഒന്നും ചിന്തിക്കാനോ ഒന്നും ഒരു സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. സ്തോത്രം അമ്മ അത്രയ്ക്കും ഞങ്ങളെ ആ ഭക്തിയിൽ ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും ഭക്തിയോടെ തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. സന്ധ്യാനാമം ചൊല്ലണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന വേറെ ഒരു ലോകത്തിന്റെ കാര്യമോ അല്ലെ ഫ്രണ്ട്സുമായിട്ട് സഹകരിക്കാനോ അല്ലെ അവിടെയുള്ള ഷെഡ്യൂൾ ആൾക്കാരാന്നും പറഞ്ഞിട്ടോ ഒന്നും അവരോട് കൂടെ ഒന്നും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പോലും അല്ലെ അങ്ങോട്ട് പോകുമ്പോഴായിട്ട് അവരോടൊന്നും സംസാരിക്കാനില്ല. അപ്പൊ ഒറ്റ ഒരാളായിട്ട് ഞാൻ അങ്ങനെ ലോകത്തോടൊന്നും അറിയാതെ ചേരാതെ ഇങ്ങനെ
ഒറ്റപ്പെട്ടു, വളരെ നിന്ന് ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. സ്തോത്രം. അങ്ങനെയാണ് 10th ആയപ്പോഴത്തേക്കിന് 10th കഴിഞ്ഞപ്പോഴത്തേക്കിന് നഴ്സിങ്ങിന് പ്രീ ഡിഗ്രിക്ക് പോകാൻ വേണ്ടിയിട്ട് സ്തോത്രം എനിക്ക് മാത്സ് ആയിരുന്നു ഇഷ്ടം. അമ്മ പറഞ്ഞ് ഇല്ല മോളെ, നിനക്ക് സയൻസ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നഴ്സിങ്ങിനേലും പോയി പഠിക്കാമല്ലോ, കുറച്ച് നിനക്ക് സ്വന്തം കാലിലാണ് നിനക്ക് നിൽക്കുവാനായിട്ട് ഒരു മാർഗമാവുകയും ചെയ്യും. ഈ ഒരു നശിച്ച വീട്ടിൽ നിന്ന് നിനക്ക് ഇത്തിരിയേലും സമാധാനം അത്രയും വർഷമേലും നിനക്ക് കിട്ടും, നിനക്ക് ആ ഒരു സമാധാനമേലും നിനക്ക് ലഭിക്കുമല്ലോ, അത്രയും വർഷം മാറി നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് കൊടുത്തെങ്കിലും മാറ്റി അമ്മ ദൈവം സഹായിച്ചിട്ട് സ്തോത്രം ആ പ്രിൻസിപ്പാളിനോട് സംസാരിക്കാൻ അമ്മ തന്നെ വന്നു. അച്ഛൻ ആദ്യം വന്നത്. അപ്പൊ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് സയൻസിന് അച്ഛന് ഓക്കെ സമ്മതിച്ചു. പക്ഷെ അമ്മ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ ഇതിന് ചേർക്കത്തില്ല, എന്റെ കുഞ്ഞിന് ഒരു ഭാവിയൊക്കെ വേണ്ടതാ, നഴ്സിങ്ങിന് വിടണമെന്ന് ആഗ്രഹിച്ചു. അമ്മ സയൻസ് പിന്നെ പിറ്റേ ദിവസം പ്രിൻസിപ്പാളിന്റെ അടുക്ക വന്ന് സംസാരിച്ചു. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് എനിക്ക് സയൻസിലേക്ക് മാറ്റി വേറൊരു ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഇരുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പഠിച്ചു. അവിടെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു. അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എന്നെ നടത്തിയതാ. ഒരു സാഹചര്യവും പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ട്യൂഷനാട്ടെ ഒന്നും ഇല്ലാതെ കർത്താവ് കുറച്ച് നാൾ മാത്രം ഞാനാണെന്നുണ്ടെങ്കിൽ പ്രീ ഡിഗ്രിയുടെ സമയത്ത് ട്യൂഷന് പോയിട്ടുണ്ട്. കർത്താവിന്റെ കൃപയാല് സ്തോത്രം. പഠിക്കാനോ ഒന്നും വീട്ടിലൊന്നും ഒരു സാഹചര്യവും അല്ല, എന്നും വീട്ടിലാണ് വഴക്ക്. അമ്മ മുന്നിൽ അച്ഛൻ മദ്യപിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് അമ്മ കുനിഞ്ഞാണ് കഥ തുറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കും, നിന്റെ നേരെ മുഖം ഉയർത്തത്തില്ലേ, നിനക്ക് മുഖം ഇല്ല, മുഖം എന്താ നേരെ ഉയർത്തുന്നത്, അപ്പ തന്നെ അടിക്കും സ്തോത്രം. അല്ലെന്നുണ്ടെങ്കിൽ നേരെയാണ് ചോദിക്കുന്നത്, നീ എന്നെ തുറിച്ചു നോക്കുന്നത് എന്താന്ന് ചോദിച്ച് അടിക്കുമായിരുന്നു. അങ്ങനെ എന്നും കണ്ണുനീരുള്ള, എന്നും ചട്ടിയും കലവും ഒക്കെ തട്ടി മുട്ടിയും പുറത്തോട്ട് എറിയുന്ന ഒരു വീടായിരുന്നു. ഭയങ്കര വേദന, സ്നേഹം എന്ന് പറയുന്ന ഇല്ല. സ്തോത്രം എന്ത് ചെയ്യും, സ്തോത്രം മുന്നോട്ട് പോവുമായിരുന്നു. അല്ലയോ സ്തോത്രം. വളരെ ഭാരപ്പെട്ട് ഒന്നിനും കൊള്ളരുത്, അല്ലെ ഒന്നിനും അപ്പൊ അച്ഛന്റെ അമ്മ എടി പെണ്ണെ, പൊടി പെണ്ണെ, കെട്ട പെണ്ണെ എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. മറ്റു അവരുടെ അമ്മയുടെ വേറെ സ്തോത്രം അച്ഛന്റെ പെങ്ങളുടെ മക്കളെ എല്ലാം മോളെ മോളെ എന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു സ്തോത്രം. അപ്പം അതൊക്കെ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് മുറിപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ആസ് യൂഷ്വൽ സ്തോത്രം ഡിഗ്രിക്ക് തന്നെ പോയി. വലിയ ആഗ്രഹമൊന്നും കുഞ്ഞുനാളിൽ തൊട്ടേ എനിക്കില്ലായിരുന്നു. എനിക്ക് ആകെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം ദൈവമേ തരണമേന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എനിക്കൊരു സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡിനെ തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം വേറെ ഒന്നും എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത പെണ്ണാണെന്ന് കസിൻസിന്റെ ഇടയിൽ പറയുമായിരുന്നു. ഇത്രയും അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ്സിലും കിട്ടി, എന്തേലും ഒരു ഭാവിയിലും ആഗ്രഹിക്കണ്ടേ, അവൾക്കൊന്നും ആഗ്രഹമില്ല, ജസ്റ്റ് ഒരു പൊട്ടി സ്തോത്രം, ഒന്നിനും കഴിവില്ലാത്തവൾ എന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അങ്ങനെ കൃപയാൽ സ്തോത്രം എനിക്ക് സ്തോത്രം എന്റെ കസിൻ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു, കൗൺസിലർ ആയിരുന്ന അപ്പച്ചിയുടെ ഹസ്ബൻഡൊക്കെ. ആ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്റെ ബയോഡേറ്റ കൊണ്ടിട്ടപ്പോഴത്തേക്കിന് എനിക്ക് NG യൂണിവേഴ്സിറ്റിയിൽ, അപ്പൊ ഞാൻ എൻട്രൻസ് ഒന്നും എഴുതിയിട്ടില്ല, എനിക്ക് ഇതായി, എനിക്ക് കിട്ടി അവിടെ സെൽഫ് ഫൈനാൻസിങ് കോഴ്സിലാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ എന്റെ അച്ഛന്റെ അളിയനോട് തൊട്ടടുത്ത അച്ഛൻ ഇച്ചിരി മദ്യപിക്കുന്നത് കൊണ്ട് വസ്തുക്കളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പുള്ളിക്കാരനായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, സ്തോത്രം അവളെ നഴ്സിങ്ങിന് വിടണം അളിയാന്ന് പറഞ്ഞപ്പോ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ലോൺ എടുക്കാതെ വേറെ പൈസ ഇല്ല, അച്ഛനാണ് ജോലിയില്ല, അപ്പം ആകെ ഉള്ള നമുക്ക് തേങ്ങയായിട്ട് അല്ലെങ്കിൽ വീട്ടില് സ്തോത്രം നെൽകൃഷിയുണ്ട്, അവിടുന്ന് കിട്ടുന്ന വരുമാനം ഒക്കെ ഉള്ളൂ നമുക്ക്, അല്ലാതെ വേറെ തേങ്ങാവെട്ടൊക്കെ നിന്നുപോയി. അച്ഛന്റെ മരണശേഷം അച്ഛൻ അതൊന്നും നോക്കി നടത്തുന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതായിപ്പോയി. കിട്ടുന്ന പൈസക്ക് അച്ഛൻ മദ്യപിക്കും, അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്കിനും വസ്തു ഉണ്ട്, അപ്പൊ അത് വസ്തു കൊടുത്ത് നമുക്ക് കുറച്ച് വസ്തു ഇത് ചെയ്യാം എന്ന് ആലോചിച്ച് അവര് നഴ്സിങ്ങിന് വിടണമെന്ന് എന്റെ വീട്ടിലെ അമ്മ ആഗ്രഹിച്ചു, ചേട്ടനും ആഗ്രഹിച്ചു, എന്റെ അപ്പനും എതിർപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പം അപ്പന്റെ അളിയൻ വന്ന് പറഞ്ഞു, സ്തോത്രം പൈസയാണെന്നുണ്ടെങ്കിൽ ലഭിച്ച് ഒത്തിരി പൈസ, അയ്യോ അമേരിക്കയെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കാനാണോ നീ വിടുന്നേ, സ്തോത്രം ഇവിടുന്ന് വസ്തു ഒന്നും പണയം വെക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരന്റെ ആ ഒരു അതോറിറ്റിയില്, അപ്പൻ മദ്യപാനിയായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഒരു ഇതുണ്ട്. അങ്ങനെ പുള്ളിക്കാരനായിരുന്നു
നോക്കിയായിരുന്നു. മറ്റ് സഹോദരിമാരുടെ എല്ലാം വസ്തുവകളൊക്കെ നോക്കിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ വീട്ടിൽ പറഞ്ഞുകൊണ്ട് തിരിച്ച് ഒരു ഭാഗ സ്വന്തം മകൾക്ക് വേണ്ടി പോലും അച്ഛൻ സംസാരിക്കാതെയായി. പക്ഷെ സ്വർഗത്തിലെ അപ്പനാണെങ്കിൽ എന്നെ കണ്ടിരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് നഴ്സിംഗ് സ്കൂളിൽ GNM പഠിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഹല്ലേലൂയ സ്തോത്രം, അതൊക്കെ അത്ഭുതമായിട്ട് സാക്ഷ്യമാ സ്തോത്രം. ലാസ്റ്റ് ഡേ ആപ്ലിക്കേഷൻ ഇടേണ്ട ആ ദിവസം എന്റെ ചേട്ടൻ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ പരീക്ഷ ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയപ്പോഴത്തേക്കിന് താഴെ കിടക്കുന്ന ഒരു പത്രം, പഴയ പത്രം, അതിന്റെ ഡേറ്റ് കഴിഞ്ഞതാ സ്തോത്രം. പക്ഷെ അതിനകത്ത് താഴെ ചേട്ടന്റെ കണ്ണിലാണെന്നുണ്ടെങ്കിൽ പെടുക, താഴെ ടീപ്പോയിൽ കിടക്കുക. കിടക്കുന്ന ആ താഴെ ആ ബേസിൽ നോക്കുമ്പോഴത്തേക്കിന് പഴയ ഒരു ന്യൂസ് പേപ്പർ. പക്ഷെ നോക്കുമ്പോഴത്തേക്കിന് നാളെ വരെ മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നുണ്ട്, അടുത്ത 31 വരെ. അങ്ങനെ അങ്ങനെ 31 ഡേ ആയിരുന്നു. അങ്ങനെ സ്തോത്രം ഞാൻ 31 ഓഗസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്തോത്രം. അങ്ങനെ ആയപ്പോഴത്തേക്കിന് 2001 സ്തോത്രം എനിക്ക് അവിടത്തേക്ക് സ്തോത്രം കൊണ്ടുപോയി ആപ്ലിക്കേഷൻ ഇട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും സ്തോത്രം എന്റെ ആപ്ലിക്കേഷൻ അവരുടെ ഓൾറെഡി ആൾക്കാരെല്ലാം റിസീവ്ഡ് ആയി. എന്നാലും ആപ്ലിക്കേഷൻ അവര് ഇന്റർവ്യൂസിനൊക്കെ അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതിൽ നിന്ന് എനിക്ക് വിളിയൊന്നും വന്നില്ല, ഇന്റർവ്യൂ കാർഡൊന്നും വന്നില്ല സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവിടെ നമ്മൾ മാർക്ക് കുറഞ്ഞത് കൊണ്ടായിരിക്കും, വളരെ മാർക്കുള്ളവരെയൊക്കെ എടുത്തു കാണും എന്ന് വിചാരിച്ചു സ്തോത്രം. അപ്പൊ പിന്നീട് അവരുടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞെന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പം മനസ്സിലായി. പക്ഷെ സ്തോത്രം ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും 2 കുഞ്ഞുങ്ങൾ ഇന്റർവ്യൂവിന് വന്ന് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള 23 കാൻഡിഡേറ്റ്സ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ആ സ്റ്റുഡൻസിന് സെലക്ട് ആയെങ്കിലും അവര് അഡ്മിഷൻ ഡേയിൽ അവർ വന്നില്ല. ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചവര് 2 പേര് വന്നില്ല. അതുകൊണ്ട് ഇനിയും 2 പേരെയും കൂടെ വേണം. അതിനകത്ത് വന്നിരിക്കുന്ന എന്റെ പേരും വേറൊരു സഹോദരിയുടെ പേരുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊരു ഇന്റർവ്യൂ കൂടെ അതിലേക്ക് ഞങ്ങളെ ലെറ്റർ ഇട്ട് ഞങ്ങളെ വിളിപ്പിച്ചു. അങ്ങനെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആ പോസ്റ്റിലേക്ക് പിന്നെ 2 പേരും മാറിപ്പോയത്, ഓൾറെഡി സെലക്ട് ചെയ്തിരുന്ന 2 പേര് മാറിപ്പോയത് കാരണം എന്നെയും വേറെ സൂര്യ എന്ന് പറയുന്ന ഒരു സഹോദരിനെയും കൂടെ കർത്താവിന്റെ കൃപയാൽ അവിടെ ആക്കി. ഏറ്റവും 23rd ഞാനായിരുന്നു, 22nd മാർക്കിന് 1-2 മാർക്ക് മുകളിലായിരുന്നുകൊണ്ട് സൂര്യ മുകളിലായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും അവസാനമായിട്ട് അവിടെ സ്തോത്രം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ കയറാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പം പിന്നീട് എന്റെ ഒരു കൂട്ടുകാരി പറയുമായിരുന്നു, സ്തോത്രം നിനക്ക് ഇത് നിന്റേതല്ലായിരുന്നോ, അവൾ എന്റെ കൂട്ടുകാരിയാ, റഷീദ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി എന്റെ അടുക്ക പറഞ്ഞതാ, അവൾക്ക് നല്ല മാർക്കായിരുന്നു. അവള് പറഞ്ഞു എന്റെ കൂട്ടുകാരി എന്നോടൊപ്പം വരേണ്ടിയിരുന്നവളെ, ഓൾറെഡി ഇന്റർവ്യൂ ചെയ്ത് വെച്ചിരുന്നവളെ പക്ഷെ നിനക്ക് വേണ്ടി ദൈവം മാറ്റിയത്. എനിക്ക് അറിയത്തില്ല, അവളെ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സ്തോത്രം ദൈവം മാറ്റി. കാരണം അവളുടെ പേര് സുമിത്ര എന്ന്, ഞാൻ അവളെ കണ്ടിട്ടുമില്ല ഒന്നുമില്ല. സുമിത്ര എന്ന് പറയുന്ന ആ സഹോദരിനെ മാറ്റിയിട്ട് അവരുടെ അപ്പൻ എല്ലാം പിറ്റേ ദിവസം ബക്കറ്റും പായും എല്ലാം നോട്ട്സുകളും എല്ലാം മേടിച്ച് വെച്ചിരുന്നു. വരാനായിട്ട് പോയപ്പോഴത്തേക്കിന് ആ സ്തോത്രം ദുബായിൽ നിന്ന് അവരുടെ അപ്പൻ വിളിച്ചു പറഞ്ഞ്, ഇല്ല ഹിന്ദുക്കൾക്ക് പറ്റുന്ന കോഴ്സ് അല്ല നഴ്സിംഗ് എന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ, എന്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് പറയുക, അതുകൊണ്ട് അവളെ വിടുന്നില്ല, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിരിക്കട്ടെ, ഇനി ആ ആഗ്രഹം മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ് അങ്ങനെ ദൈവം സഹായിച്ചിട്ട് അവൾ വരാതെയായി. അവൾക്ക് പകരം കർത്താവ് എന്നെയാണ് തെരഞ്ഞെടുത്ത് അവിടെ ആക്കിയത്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, അവിടെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്ന ദൈവമായിരുന്നു ഈ ലോകത്തിലുള്ള പിതാവ് നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ആത്മാവിനും ദേഹത്തിനും വേണ്ടി കരുതുവൻ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു, നമ്മളെ കണ്ടവൻ മുന്നമേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ കണ്ടവൻ, എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വഴികളൊക്കെ തുറന്നു തരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. അന്ന് എനിക്ക് ഈ വലിയ മഹത്വം അറിയത്തില്ലായിരുന്നു, ഈ കർത്താവിനെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മളെ എന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ വഴി എനിക്ക് തുറന്നു കർത്താവ്. എനിക്ക് ടോപ്പ്, ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല മാർക്കോടുകൂടിയായിരുന്നു കർത്താവ് എന്നെ പാസ്സാക്കിയത്. DMOയിൽ നിന്ന് അവാർഡൊക്കെ മേടിച്ചിട്ടായിരുന്നു ഞാൻ എന്നെ സ്തോത്രം. അതൊക്കെയും എപ്പോഴും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും സൂര്യാസിദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിക്കാ, തേർഡ് ഇയറിലും നോക്കുമ്പം അവളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ സ്തോത്രം ക്യാഷ് അവാർഡ് അവൾക്ക് തന്നെ മേടിച്ച്. കാരണം അവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു.
ഞാൻ സ്തോത്രം എനിക്ക് ഫസ്റ്റ് ഇയറിലും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിലും ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് അവളുടെ എനിക്ക് അവാർഡ് തരുമ്പം സ്തോത്രം അവൾക്ക് വേണ്ടി ഓൾറെഡി എഴുതി വെച്ചിരുന്നു. പക്ഷെ പേര് വായിക്കുമ്പോഴത്തേക്കിനും എന്റെ പേരാ. ഒരിക്കലും ക്ലാസ് ടീച്ചർ വിചാരിച്ചിരുന്നില്ല എന്റെ പേരിലേക്ക് വരുമെന്ന്. നോക്കുമ്പോഴത്തേക്കിനും പേര് എന്റെ പേരാ. സ്തോത്രം ആ ക്യാഷ് അവാർഡ് ഓൾറെഡി സൂര്യ സീതാസ് അവരുടെ മനസ്സിൽ എഴുതി വെച്ചിരുന്ന ആ പേര് അവര് വെട്ടി മാറ്റിയിട്ട് അതിന്റെ മുകളിൽ എന്റെ പേര് എഴുതി. സ്തോത്രം എന്നിട്ടാണ് എനിക്ക് ആ കവർ പോലും അവര് മാറ്റിയില്ല. അങ്ങനെയായിരുന്നു എനിക്ക് ആ ഒരു സ്തോത്രം ഞാൻ ഓർക്കുന്ന. എനിക്ക് ദൈവം എന്നെ മാനിച്ചത് അങ്ങനെ. എന്നെ ഒരിക്കലും ഞാനത് വലിയ മാനമായിട്ടോ ഈ ലോകത്തിലെ ഹല്ലേലൂയ സ്നേഹത്തില് ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിന്റെ പൊസിഷനിൽ പലരും പ്രശംസിക്കുമ്പോൾ എനിക്ക് പ്രശംസിക്കുവാൻ പിന്നെയും എന്റെ കർത്താവ് ഏറെ നടത്തി എനിക്ക് കൊണ്ടുവന്ന ആ വലിയ സ്നേഹത്തിന്റെ ആ വലിയ ആഴത്തിന്റെ ആ ഒരു കർത്താവിന്റെ ആ ഒരു മഹത്വം എനിക്ക് പറയുവാനും പ്രശംസിക്കുവാനും ഉള്ളത്. പിന്നെയും എന്നെ നടത്തി. ഒരിക്കലും എന്നെ ദേശത്ത് അവിടെ ആക്കിയാൽ എന്റെ കർത്താവിനെ അറിയത്തില്ലെന്ന് എനിക്ക് എന്റെ ദൈവത്തിന് അറിയാമായിരുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല മക്കളെ, ദൈവമക്കളെ, എനിക്ക് വേറൊരു ദേശം വിട്ടു പോകണമെന്ന്. ഞാൻ PSC എഴുതി. എനിക്ക് PSC നല്ല മാർക്ക് ഉണ്ടായിരുന്നു. PSCക്ക് തന്നെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് സ്റ്റാഫായിട്ട് ഞാൻ ജോലി ചെയ്തു. സ്തോത്രം. അപ്പൊ എന്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു. കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ചേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു കുടുംബം എങ്ങനെയും രക്ഷ പ്രാപിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലും പാസ്പോർട്ട് എടുക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു കൃപയാൽ സ്തോത്രം എന്റെ സ്തോത്രം ബ്രദർ അങ്ങനെ നിർബന്ധിച്ചു. അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്ന് അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഓക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞ് ഓക്കെ ഇവിടെയാണ് ഇന്റർവ്യൂ വരുന്നു എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ കേൾക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചു എപ്പോഴാണ് ഇന്റർവ്യൂ വരുന്നതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ഖാദിം വിസ എടുക്കാം. സ്വതന്ത്രം ചേട്ടന്റെ പേരിൽ വിസിറ്റിംഗ് വിസ എടുക്കാൻ നോക്കിയിട്ട് അന്നേരം തൊട്ട് സിസ്റ്ററിന് വിസിറ്റിംഗ് വിസ കൊടുക്കുന്നില്ല. അപ്പം എനിക്ക് എന്നെയാണെന്നുണ്ടെങ്കിൽ ഖാദിം വിസയിൽ കൊണ്ടുവരാം. അപ്പൊ എപ്പോ വേണേലും വന്ന് ഇന്റർവ്യൂ ഉള്ളപ്പം വരാമല്ലോ, വിസ എങ്ങനെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് ഞാൻ വന്ന് പെട്ടെന്ന് തന്നെ 1 മാസം ആയതേ ഉള്ളൂ. അപ്പം ഞാൻ ലീവ് കൊടുത്തിട്ടാ PSC ഞാൻ ജോയിൻ ചെയ്ത്. ഓൾറെഡി 1.5 വർഷം ആവുന്നു. ലീവ് കൊടുത്തിട്ടാ ഞാൻ വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അത് ഇന്റർവ്യൂവിന് ഞാൻ ആപ്ലിക്കേഷൻ കൊണ്ടിടുമ്പോ ഞാനും ബ്രദറുമായിട്ടാ പോയിടുന്നത്. 3 തവണയും എന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുക. കാരണം അവര് പറയുന്നത് ഈ തവണ തൊട്ട് ഖാദിം വിസക്കാരെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ദൈവമേ സ്തോത്രം. അപ്പൊ ഞാനും ചേട്ടനും ഇരുന്ന് കരഞ്ഞു. ദൈവമേ ഇത്രയും പൈസയൊക്കെ മുടക്കിയാണല്ലോ വന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായി തീരും, ഭാവിയൊക്കെ അനുഗ്രഹിക്കപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു വന്നത്. സ്തോത്രം. പക്ഷെ 3 തവണ എന്നെ തള്ളിയപ്പോൾ സ്തോത്രം കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നോട് മനസ്സിലുണ്ടായിരുന്ന കർത്താവ് സ്തോത്രം 4ാമത്തെ തവണ എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം തന്നു. നീ ഒറ്റയ്ക്ക്, ചേട്ടൻ അങ്ങനെ എല്ലാ തവണ ലീവ് എടുക്കാൻ പറ്റുന്നത്, നീ ഒറ്റയ്ക്ക് പോയി ഒന്ന് ഇത് ഇടാൻ പറഞ്ഞു, ബയോഡേറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബയോഡേറ്റ് ഇട്ടപ്പോഴത്തേക്കിന് ഹല്ലേലൂയ സ്തോത്രം അന്ന് മാത്രം അത് റിജക്റ്റ് ആയില്ല. എന്നോട് അതിനു മുന്നേ തലേദിവസങ്ങളിൽ അതിന്റെ മുന്നിലത്തെ ദിവസങ്ങളിലും പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ മാഡംസ് തന്നെ എന്നോട് പറഞ്ഞ് ഓക്കെ യു ക്യാൻ കം ഫോർ ഇന്റർവ്യൂ ടുമോറോ എന്ന് പറഞ്ഞ് ഞാൻ കൃപയാലെ സ്തോത്രം എനിക്കറിയത്തില്ല, ഞാൻ സ്വപ്നമാണോ കാണുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഞാൻ അവിടെ പോയി എഴുതി. എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എക്സാം ആയിരുന്നു. എനിക്ക് എല്ലാരും പെട്ടെന്ന് 30 മിനിറ്റ്സിന്റെ എക്സാം ഞാൻ ഒരു 5 മിനിറ്റ്സ് പോലും എടുത്തില്ല. പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. വളരെ പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്നു. കർത്താവിന്റെ കൃപയായിരുന്നു. സ്തോത്രം. അപ്പം വിചാരിച്ചു ദൈവമേ ഇനിയിപ്പം മോറൽ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അപ്പോഴും തള്ളപ്പെടാം, അല്ലെ വിസ അടിക്കുന്ന സമയത്ത് തള്ളപ്പെടാം. കാരണം വിസ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് അവർ നോക്കുമ്പോൾ പാസ്സായാലും അവരിങ്ങനെ അവരുടെ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തള്ളപ്പെടാം എന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാവോ എന്നാലും വിചാരിച്ചു ദൈവം അന്നും ഒരു ഹോപ്പ് അങ്ങനെ ദൈവം തന്നു. ഇന്റർവ്യൂവിന് പോയപ്പോഴും വളരെ അനുഗ്രഹിക്കപ്പെട്ട് ഇന്റർവ്യൂ ഒക്കെയും കഴിഞ്ഞു. അത്ഭുതമായിരുന്ന സമയങ്ങളൊക്കെയും അഭിഷേകമായിരുന്നു. എപ്പോഴും ഇന്റർവ്യൂസ് എല്ലാം എന്ത് ചെയ്താലും അവിടെയൊക്കെയും കർത്താവിന്റെ കരം ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അതിശയമായിട്ട് എല്ലാ ഇന്റർവ്യൂസും വളരെ ഈസി ആയിട്ടുള്ളതും അതിനകത്തൊക്കെ ഒരു അനോയിന്റിങ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയാം. കാരണം ആ മാഡംസ് പറയും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒന്നും പറയാതെ അത്രയ്ക്കും വളരെ കൃപയാൽ ആണ്. കൃപയില്ലാതെ നമുക്ക് ഭയം മാറിപ്പോകത്തില്ല. ഏതൊരു ഇന്റർവ്യൂവിനും നമുക്ക് ദൈവത്തിന്റെ കൃപയാല നമുക്ക് എല്ലാം ധരിക്കുന്നത്. ഞാൻ വളരെ പൊതുവെ ഭയവും അല്ലെ ഇങ്ങനെ ഒരു താഴോട്ട് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. കാരണം എക്സ്പോഷറോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല, ഫ്രണ്ട്സ് അധികം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉള്ള ഒറ്റപ്പെട്ട
ബന്ധപ്പെട്ട ഒരു സാഹചര്യം എല്ലാരും പൊട്ടി കെട്ടത് എന്നൊക്കെ വിളിച്ചോ അങ്ങനത്തെ ഒരു തഴക്കും വഴക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്നെ കർത്താവില് ഹല്ലേലൂയ സ്തോത്രം ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് എനിക്ക് ആ ഇന്റർവ്യൂവിനും പാസ്സാക്കി. എന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ, എന്നെ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ കയറ്റി. മെഡിക്കൽ വാർഡിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ചുറ്റുവട്ടത്തുള്ള എല്ലാവരും സ്തോത്രം നമ്മളോട് ആദ്യമേ ചെന്നപ്പോഴേ അവർക്ക് നമ്മൾ ഒരു ഹിന്ദുവാന്ന് പറഞ്ഞപ്പോഴത്തേനും ഏറെക്കുറെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പൊ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആദ്യത്തെ ദിവസം തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. സ്തോത്രം. പക്ഷേ കർത്താവിന്റെ കൃപയാലെ ഹല്ലേലൂയ സ്തോത്രം അതൊക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോയി. ആരും എന്നോട് പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, ആരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല, ആരും എന്നോട് കർത്താവ് ആരാന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നിട്ടും ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇതായിട്ട് പറയുവല്ല, സ്തോത്രം. കർത്താവ് നമ്മളെ പറ്റി അതിനിടയിൽ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു പുതിയ ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വന്ന്, നമ്മൾ ജോലിക്കാരായിരിക്കാം, അല്ലെ സ്തോത്രം നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കും, ആരെങ്കിലും വരുമ്പോൾ നമ്മളുടെ കർത്താവ് എന്താണ് നമുക്ക് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് റിയലി അയ്യോ കഷ്ടമാണല്ലോ. സ്തോത്രം. ആ സ്നേഹം നമ്മളെ എന്തിനാ ദൈവം നമ്മളെ അറിഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. ആ കർത്താവിന്റെ കൃപ ഹല്ലേലൂയ സ്തോത്രം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷത്തിന്റെ ആ ഒരു സ്തോത്രം ആയുധമായി നമ്മൾ ആയിരിക്കാനാണ് കർത്താവാക്കിയത്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായില്ല. ഹല്ലേലൂയ സ്തോത്രം. നന്നായിട്ട് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് 2 വർഷം ആയപ്പോഴത്തേക്കിന് എനിക്ക് കൃപയാല് ഹല്ലേലൂയ സ്തോത്രം എന്റെ വിവാഹമൊക്കെ എന്റെ മാമനായിരുന്നു. ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. അപ്പം നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. വിവാഹം കഴിഞ്ഞ ആ ആഴ്ച തൊട്ട് ദൈവമക്കളെ എന്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമങ്ങളുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. വേദന ഹസ്ബൻഡ് ഒറ്റ ഒരാളായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആകുന്ന ഒരു ആളുമായിരുന്നു. എന്ത് കാര്യവും ഞാൻ പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇങ്ങനെ ചില ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴത്തേക്കിന് എന്റെ ദൈവമേ എന്തായി ലൈഫ് തീരുമെന്ന് ഞാൻ ചിന്തിച്ച് ഒരുപാട് വീട്ടുകാരും ഭാരപ്പെട്ടു, റിലേറ്റീവ്സ് ഒക്കെ ഭാരപ്പെട്ട അവസ്ഥയുണ്ട്. അങ്ങനെ ദൈവമേ സ്തോത്രം മുന്നോട്ട് കർത്താവിന്റെ കൃപയാല് പോയി. വീട്ടുകാര് അങ്ങനെ ഡൗറിയുടെ കാര്യം പറഞ്ഞ് വീട്ടുകാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പൈസ ഒക്കെ ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി ജീവിതം തന്നെ എങ്ങനെയായി പോകുമെന്നുള്ള ഒരു ഭയങ്കര ഒരു ക്ലേശകരമായ അവസ്ഥയിലൂടെ പോയി. സ്തോത്രം. അങ്ങനെ കെയറിങ്ങോ അല്ലെ ഷെയറിങ്ങോ ഒന്നും ഹസ്ബൻഡ് ഒറ്റ ഒരാളോട് അപ്പൊ ഒന്നും ലഭിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഭാരപ്പെട്ടു. ലൈഫ് പിന്നെയും പോവാണോ തകരുവാണോ എന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഹല്ലേലൂയ സ്തോത്രം. ആ സ്നേഹത്തില് വേറെ ഒരു സ്നേഹമോ അല്ലെ വേറൊരു ഫ്രണ്ട്സോ ഒന്നും അല്ല എന്നെ തേടി വന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ വാർഡിലുണ്ടായിരുന്നവർ പോലും അല്ല ഈ സ്നേഹം എന്നോട് പറഞ്ഞു തന്നത്. പണ്ട് തൊട്ടേ എന്റെ മനസ്സിൽ ഈ ട്രാക്റ്റൊക്കെ ഞാൻ വായിച്ചെന്ന് പറഞ്ഞില്ലേ, പണ്ട് തൊട്ടേ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പള്ളിയുടെ ചുമലിലൊക്കെ എഴുതി വെക്കുന്ന വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ഞാൻ അത് വായിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്തോന്നില്ലാത്ത ഭയങ്കര ഒരു ആകർഷണം ആ വചനത്തിലോട്ട് എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. കർത്താവിനെ അറിയുവാൻ എനിക്കൊരു സാഹചര്യം ലഭിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും സ്തോത്രം എന്റെ കർത്താവ് ആ സ്തോത്രം ചോര ഉച്ച മുതൽ ഉള്ളംകാൽ വരെ നമുക്ക് വേണ്ടിയിട്ട് ചിന്തപ്പെട്ട ഒരു രൂപം, കർത്താവിന്റെ ആ ഒരു രൂപം എന്റെ ഹൃദയത്തിൽ വലിയതായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് ദൈവത്തെ അറിയാൻ ഞാൻ പല വിധത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലുള്ള ആ സാഹചര്യം കൊണ്ടൊന്നും എനിക്ക് ആ കർത്താവിന്റെ ഡീപ്പ് റിലേഷനിലോട്ട് പോവാൻ കഴിഞ്ഞില്ല. അല്ലെ സ്തോത്രം. അങ്ങനെ ഞാന് സ്തോത്രം എന്റെ ഹസ്ബൻഡിന്റെ അമ്മയായിട്ട് കർത്താവിൽ വിശ്വാസിയായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കിന് ഹല്ലേലൂയ കൃപയാലും ഞങ്ങള് സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഷെയറിങ്ങിന് താമസിക്കാൻ ഇടയായ ഒരു സഹോദരി, ആ ചേച്ചിയുടെ പേര് സുഷമ ആണ്. ആ സഹോദരി കർത്താവിന്റെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. ആ ചേച്ചിയും എന്നോട് പറഞ്ഞിട്ടില്ല, സുവിശേഷം പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ചേച്ചി വിശ്വാസത്തിലാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ അതും റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വളരെ സമയമില്ലല്ലോ, ഞാൻ ചുരുക്കി പറയാൻ കർത്താവിന്റെ കൃപയാല് അല്ലേ സ്തോത്രം. ഞാൻ ഒരു ദിവസം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക്
വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നീ വാ, അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. ഇപ്പം ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ട്, കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ചെറിയ പനിയൊക്കെ ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, വെറുതെ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്തായാലും തെറ്റ് ചെയ്യാനല്ല ഞാൻ പോകുന്നത്. എന്റെ കർത്താവിന്റെ എന്റെ കർത്താവിന്റെ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അന്ന്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭ, പ്രാർത്ഥിക്കുന്ന സ്ഥലവും എന്തായാലും നല്ല സ്ഥലവും. അപ്പൊ ഉള്ളത്തിലാണ് യേശുപ്പച്ചൻ ഏറ്റവും നല്ലവനാണെന്ന് എന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ കർത്താവ് പണ്ടേ ദൈവം എനിക്ക് തോന്നുന്നു എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഇത് തെറ്റിന്റെ വഴിയല്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി. ദൈവമക്കളെ, അന്ന് വരെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈവനിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സ്തോത്രം ലളിതാ സഹസ്രനാമം ഒക്കെ വായിച്ച് കുളിയും കഴിഞ്ഞ് 11 മണിക്ക് വന്നാലും ഇത് വായിച്ചിട്ട് പ്രാർത്ഥിച്ച് ആയിരം തവണ ഈ സഹസ്രനാമങ്ങൾ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോഴും എന്റെ ഹസ്ബൻഡ് പറയും, അമ്മയെ പോലെ നീ ഒരു നിന്റെ അമ്മയെ പോലെ നീ ഒരു ഭക്തിപ്രാന്തിയാ എന്ന് ഞാൻ പറയും. ഇപ്പോഴും ആണെന്നുണ്ടെങ്കിൽ അതിന് വ്യത്യാസമില്ല. വിശ്വാസത്തിലേക്ക് ഞാൻ ആദ്യം വരാൻ കാരണമായ ആ ദിവസത്തിൽ ഞാൻ അങ്ങ് ചെന്നതേ ഉള്ളൂ. സ്തോത്രം. കർത്താവ് എന്നെ കൊണ്ടുപോയതാ, ഒഴുക്കി കൊണ്ടുപോയതാന്ന് ഇങ്ങനെ പറയാം. ആ പാപത്തിന്റെ ഒഴുക്കിൽ നിന്ന് സ്തോത്രം കർത്താവിന്റെ കയ്യിലേക്ക് കോരിയെടുത്തിട്ട് എന്നെ കൊണ്ടുപോയതാ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ചെന്ന് ആദ്യം കേൾക്കുന്ന പാട്ട് ഇതായിരുന്നു, അടലേറും ജീവിതം അറിവിൽ തളരുകയോ നീ സഹജയെ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ ഞാൻ കാത്തുകൊള്ളു. എന്റെ ദൈവമക്കളെ, എനിക്ക് ആ കർത്താവിന്റെ വചനം, ഞാൻ കണ്ണിൻ മണി പോലെ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞ ആ വചനം എന്റെ ഹൃദയത്തിൽ ആ ദൈവം ആ പാട്ടിലൂടെ എഴുതി ചേർത്ത്. ഞാൻ മറ്റതെല്ലാം മറന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ കർത്താവ് എന്നെ കണ്ണിൻ മണി പോലെ, വേറെ ആരും എന്നെ നോക്കിയില്ലേലും, അമ്മ എന്നെ നോക്കിയില്ലല്ലോ, അപ്പ എന്നെ നോക്കിയില്ലേലും, ആരുടെയും സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. ദൈവമേ, എനിക്ക് സ്തോത്രം, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കും എന്നോ ഭയങ്കരമായിട്ട് ഒരു 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 ഭയങ്കരമായിട്ട് കർത്താവിന്റെ ഒരു ആ സ്നേഹം, അത് ആർക്കും ആ സ്നേഹത്തിൽ നമ്മളെ ആർക്കും വേർതിരിക്കാൻ കഴിയത്തില്ല. ആ ജീവന്റെ വചനം എന്നിലേക്ക് പാട്ടിലൂടെ വന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിനെ ഞാൻ അന്ന് തന്നെ സ്തോത്രം എന്റെ പ്രാണപ്രിയനായിട്ട് ഞാൻ ഏറ്റെടുത്തു. ഞാൻ പിന്നെ പഴയതെല്ലാം ഞാൻ എടുത്തു കളഞ്ഞു. ഇപ്പൊ നാമപുസ്തകങ്ങളും വിളക്കുകളും എല്ലാം ഞാൻ മാറ്റി. സ്തോത്രം. ഞാനാണെങ്കിൽ യേശുപ്പച്ചനെ അറിയാനായിട്ട് ഭയങ്കര വാഞ്ചയായിട്ട് കർത്താവിനെ ഞാൻ അറിയുവാനും സ്തോത്രം ഞാൻ അപ്പൊ പവർ വിഷൻ വെച്ചു തുടങ്ങി. ഈ എന്റെ ദൈവത്തെ എനിക്ക് അറിയണം. അങ്ങനെ ഹല്ലേലൂയ. സ്തോത്രം. കൃപയാല് ഒരു പാസ്റ്റർ അപ്പുറത്തെ ചേച്ചിയുടെ ഷെയറിങ്ങിലായിരുന്നു പറഞ്ഞില്ല, ആ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ പോലും, എന്റെ വീട്ടുകാർ ഇങ്ങനെ ഭക്തി ഉള്ള ആൾക്കാരായതുകൊണ്ട് ഒരു എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്റെ അമ്മയുടെ വിശ്വാസത്തെ പറ്റിയോ കർത്താവ് ആരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സ്തോത്രം. അമ്മയുടെ വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നു, ഇടയ്ക്ക് ബൈബിൾ വായിക്കും, അങ്ങനെ ഉള്ളൂ. അങ്ങനെ ഇവിടെ ആയിരുന്നു സ്തോത്രം എന്റെ കർത്താവില് അമ്മേനെയാണെന്നുണ്ട് ഇവിടെ കൊണ്ടുവരാൻ ദൈവം ഒരു കൃപയാല് വഴി തുറന്നു. കർത്താവിന് അപ്പം സ്തോത്രം. അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് വിശ്വാസം കൂടി. അങ്ങനെ ഹസ്ബൻഡും ഞാൻ ചർച്ചിലേക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചർച്ചിൽ വന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ദേവദാസന്മാർ വന്ന് ഞങ്ങളും ചർച്ചിലേക്ക് പോയി. അമ്മയുടെ വിശ്വാസം കൂടുതലും വർദ്ധിക്കുവാനൊക്കെ ഇടയായി. അമ്മ സ്നാനപ്പെട്ടവളായിരുന്നു. ഇവിടെ വരുന്നതിന് മുന്നേ, തൊട്ട് മുന്നേ അമ്മ സ്നാനപ്പെട്ടിട്ട് ദൈവം സഹായിച്ചിട്ട് വന്നത്. കർത്താവിന്റെ കൃപയാല് എന്റെ ഹസ്ബൻഡും ഞാനും അമ്മയും കൂടെ ചർച്ചിൽ പോയി. അന്ന് ഒരു രണ്ടാമത്തെ കുഞ്ഞുമായി ദൈവം സഹായിച്ചു. ആ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴേക്ക് എനിക്ക് കർത്താവിനെ ഓൾറെഡി ഭയങ്കര ആ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഒരു ലവ് ആയിരുന്നു. സ്തോത്രം. എനിക്ക് എങ്ങനെയും സ്നാനപ്പെടണം. പക്ഷെ ഹസ്ബൻഡ് അത്രയുമായിട്ട് ആ ഒരു സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല. കർത്താവിനോടുള്ള ആ ഇന്റിമസി വന്നിട്ടില്ലാത്തതുകൊണ്ട് ചർച്ചക്കാർ പറഞ്ഞു, കുറച്ചുകൂടെ ദിവസം വെയിറ്റ് ചെയ്യ്. സ്തോത്രം. നിങ്ങളെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ, അപ്പം ഹസ്ബൻഡൂടെ വന്നിട്ടല്ലേ നമുക്കത് പറ്റത്തുള്ളൂ, അല്ലെ രണ്ടും ഇതായി പോകത്തില്ലേ സിസ്റ്ററെ, അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്കാ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ സാവകാശത്തില് അപ്പം ഇങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് സ്നാനപ്പെടണമായിട്ടാ എന്ന് ഞാൻ പറയുമ്പോ ഹസ്ബൻഡ് പറയും, അങ്ങനെ ഒരു ദിവസം അമ്മയും പറഞ്ഞു അവളുടെ ആഗ്രഹമാ എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരുങ്ങി. അമ്മയും ഈ വിശ്വാസത്തിലാണല്ലോ, ചർച്ചിലൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഹസ്ബൻഡ് കൃപയാല് സമ്മതിച്ചു. ഹസ്ബൻഡ് പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ നിന്ന് മായത്തില്ല, ഞാൻ കാരണം എന്റെ വൈഫിന് സ്തോത്രം സ്വർഗം നഷ്ടപ്പെടരുതെന്ന് ഓർത്തിട്ടാ ഞാൻ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. ഇനി അവളെ സ്നാനപ്പെടുത്തത്തില്ലല്ലോ. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അങ്ങനെ ആ കർത്താവ് ആരാണെന്നും ഒക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ചർച്ചിലൊക്കെ പോയി തുടങ്ങി. അങ്ങനെ അമ്മ ഇവിടെ വന്ന് ഞങ്ങൾ ചർച്ചിൽ പോയി. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് പോലും അതൊക്കെ ഒരു മിറക്കിൾ ബേബി ആയിട്ടാ ദൈവം തന്നെ. സ്തോത്രം. ഫുള്ള് അവള് സ്തോത്രം ഇങ്ങനെ ഡെലിവറിയുടെ ടേബിളിൽ കിടക്കുമ്പോഴത്തേക്കിനും ഫുള്ള് ഓൾറെഡി കുഞ്ഞാണെന്നുണ്ടെങ്കിൽ മെക്കോണിയം പാസ് ചെയ്ത് വയറ്റിൽ നിന്ന് ഇങ്ങനെ മലം പോയിട്ട് മെക്കോണിയം സ്പ്രേറ്റ് ഒക്കെ ആയി ഫീറ്റൽ ഡിസ്ട്രസിലോട്ടായി. കുഞ്ഞ് ഒത്തിരി ഇതിലായി പോയായിരുന്നു. സ്തോത്രം. 1 മാസം 1.5 മാസത്തോളം പാല് കുടിക്കുന്ന അവസ്ഥയൊക്കെ വളരെ കുറവായിരുന്നു. എത്ര ഇത് ചെയ്താലും പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് അന്ന് എനിക്ക് സിസേറിയൻ ചെയ്ത എന്റെ കുഞ്ഞിനെ എടുത്ത്, അത് ദൈവദൂതൻ
പോലെ എന്റെ സീനിയർ ചേച്ചീനെ അവിടെ വിട്ട് സ്തോത്രം 9:54 നൈറ്റിന് വന്ന ചേച്ചിയായിരുന്നു. ആ ചേച്ചി എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ പേര് കണ്ടിട്ട് എന്റെ ജൂനിയറാന്ന് പറഞ്ഞ് ഓടി ആ ചേച്ചിയുടെ നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്നത് 10 മണിക്കാണ്. പക്ഷെ ചേച്ചി 9:45 ആയപ്പോഴത്തേക്കിനെ ഓടി വന്ന് എൻഡോസ്മെന്റ് എടുത്തു പോലും ഇല്ല. പെട്ടെന്ന് എന്നെയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഓടി കൊണ്ടുപോയി, കൺസെന്റ് പോലും ഇല്ലായിരുന്നു, എന്നെ ഇത് ചെയ്യുമായിരുന്നു. അങ്ങനെ സിസേറിയൻ ചെയ്ത് ഒരു വേദനയാട്ടെ ഒന്നുമില്ലായിരുന്നു എന്റെ ശരീരത്തില്. കൃപയാല് എന്റെ സ്റ്റിച്ചിന്റെ ഭാഗത്താട്ടെ കുഞ്ഞ് നടുവേനായിട്ട് ഒന്നുമില്ല. ഞാനൊരു ഡെലിവറി കഴിഞ്ഞ ഒരു പെയിൻ ഞാൻ അനുഭവിച്ചില്ലായിരുന്നു. എന്റെ കുഞ്ഞിനെ വളരെ കർത്താവിന്റെ കൃപയാല് ഒത്തിരി വാഗ്ദത്തങ്ങളും ഒക്കെ ആയിട്ട് എന്റെ കർത്താവ് കുഞ്ഞിനെ തന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ദൈവത്തിന്റെ കൃപയാല് പോവായിരുന്നു. സ്തോത്രം. ദൈവം നമ്മളോട് ചോദിക്കും സ്തോത്രം, ഒരുപാട് കഷ്ടത എന്റെ ജീവിതത്തിൽ അപ്പോഴൊക്കെയും വരും. എന്റെ ഹസ്ബൻഡിന് ഒറ്റ മോനായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമോ. നമ്മളൊന്ന് ഫുഡ് എടുത്തു കൊടുക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് വളരെ പൊസസീവ് ആയിരുന്നു. ഒത്തിരി കഷ്ടതയിലൂടെ അവസ്ഥയിലൂടെ ഒക്കെ പോയി ഒരുപാട് സ്തോത്രം ജീവിതത്തില് കഷ്ടത വന്നപ്പോഴത്തേക്കിന് എനിക്കറിയായിരുന്നു എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് പോയാണെന്നുണ്ട് വേറെ ആരോടും പറയത്തില്ല. ഈ കഥകന്റെ മറഞ്ഞിരിക്കുന്ന പോലെയാണെന്നുണ്ട് ഞാനാണെന്നുണ്ട് മറഞ്ഞിരുന്നിട്ട് ദൈവത്തോട് ഞാനിങ്ങനെ തന്നെ ഏങ്ങി കരയുമായിരുന്നു. ഞാൻ ദൈവത്തോട് സ്തോത്രം. അപ്പം എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ, മധുരം ആണ് സ്തോത്രം. ഈ കഷ്ടത തന്നിട്ടുണ്ടെങ്കിലും പക്ഷെ കർത്താവിനോട് കൂടി ഈ കഷ്ടത കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര ധൈര്യമായിരുന്നു. സ്തോത്രം. എന്തെന്നറിയാത്ത ദൈവത്തിന്റെ കൃപ അന്നേരം അനുഭവിക്കാൻ മനസ്സിലായി. അപ്പോഴും മനസ്സിലായത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ടെസ്റ്റ്സ് വന്നത്, ടെസ്റ്റ് എല്ലാം വരുന്നത്, അങ്ങനെ ട്രയൽസ് വരുന്നത് എന്താണെന്ന് മനസ്സിലായതാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് തരാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരമാക്കുന്നതാണ്. കഷ്ടത വരും, പക്ഷെ അന്നേരം നമ്മള് കർത്താവിന്റെ വചനം പറയുന്നത്, കഷ്ടത്തിൽ നീ എന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മളെ ശോധന ചെയ്ത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, ഞാൻ കഷ്ടതയുടെ തീച്ചൂളയിലാ നിന്നെ ശോധന ചെയ്ത് നീ ഒന്ന് പൊന്നു പോലെ ഒന്ന് പുറത്തു വരണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സ്നാനപ്പെടുവാനായിട്ട് തീരുമാനിക്കുമ്പോഴൊക്കെയും ഇങ്ങനത്തെ ഒരു ഭക്തി നിറഞ്ഞ ഒരു അമ്മയായിരുന്നത് കൊണ്ട്, അല്ലെ റിലേറ്റീവ്സ് സഹോദരങ്ങളായതുകൊണ്ട് ഭയങ്കര എതിർപ്പായിരുന്നു വിശ്വാസത്തിലേക്ക് വരാൻ. അപ്പൊ അവരോട് പറഞ്ഞപ്പം അവരെല്ലാം എന്നെ എതിർത്തു. ഒരുപാട് സാഹചര്യങ്ങളിലൂടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. വീട്ടിലായിട്ട് ഞാൻ പല പല കാര്യങ്ങളിൽ സ്തോത്രം ഞാൻ സ്നാനപ്പെട്ടെങ്കിലും ഹസ്ബൻഡിൽ നിന്നായാലും സ്തോത്രം പല രീതിയിൽ ഇടർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തില്. സ്തോത്രം. ദൈവം ആ സമയത്തൊക്കെയും പിടിച്ചു നിൽക്കുവാൻ കർത്താവ്, അപ്പനും അമ്മ എന്നോട് പിണങ്ങി. അമ്മ ഫോൺ എടുക്കത്തേ ഇല്ല മാസങ്ങളോളം. ഞാൻ എടുത്താൽ ഞാൻ പറയുന്ന, അമ്മ ഇത് മാത്രമേ ഉള്ളൂ സത്യം എന്ന് പറഞ്ഞായിരിക്കും ഞാൻ തുടങ്ങുന്നത്. അന്ന് തൊട്ടേ അമ്മ ആദ്യം എന്നോട് പറഞ്ഞതിന്റെ കാര്യം, സ്തോത്രം, നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, പക്ഷെ അത് ഞങ്ങൾക്കൊരു മാനക്കേടോ തറവാടിനൊരു മാനക്കേടോ ആയിരുന്നു. ഞാൻ പറയുന്ന ദൈവമക്കളെ, തറവാട്ടില് ഹല്ലേലൂയ സ്തോത്രം എന്തോ മാനക്കേട് വരുന്നത് ഞാൻ ചിന്തിക്കുമ്പോൾ, സ്നേഹമില്ലാത്ത ഭയങ്കരമായിട്ട് പ്രതികൂലങ്ങൾ അപ്പനും അമ്മയും, അല്ലെ സൂയിസൈഡ് ഉണ്ടായ കുടുംബം, ചാരായം വാറ്റിയ കുടുംബം, സ്തോത്രം, പരസ്പരം സ്നേഹിക്കാത്ത കുടുംബം. ഇവരുടെ മാനം ഞാൻ നോക്കുമ്പോൾ പണത്തിനോ അല്ലെ വേറൊന്നിനോ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയത്തില്ല. അല്ലെ അവരുടെ മാനങ്ങള് സ്തോത്രം ഇതൊക്കെ പണത്തിനോ അല്ലെ അവരുടെ വീട് എന്തോ, പക്ഷെ വീടിനകത്ത് എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. അല്ലെ ദൈവമേ, കുടുംബം ഇമ്പം ഇല്ലെങ്കിൽ എന്തിനാ സ്തോത്രം. നമ്മളെ കർത്താവ് പറഞ്ഞതാ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് കർത്താവ് നമുക്ക് ഒരു കൂട്ടുദാസനെ അല്ലെ കൂട്ടുദാസിയെ നമ്മുടെ ജീവിതത്തിൽ ആക്കി വെക്കുമ്പോൾ അവർ ഐക്യമത്യപ്പെടുവാൻ കർത്താവിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. എത്ര അമ്മ സ്തോത്രം ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ച് ഒത്തിരി നേർച്ച കാഴ്ചകളും ഒക്കെ ചെയ്തു, മദ്യപാനം മാറ്റാൻ വേണ്ടി ഒക്കെ നോക്കി, എങ്കിലും ഒന്നും കഴിഞ്ഞില്ല. സ്തോത്രം. കർത്താവ് സ്തോത്രം. എന്റെ മാതാവിന്റെ കുടുംബത്തിൽ തന്നെ പറയട്ടെ, ദൈവം മക്കളെ, അവര് വലിയ ക്ഷേത്രത്തിലാ, വീടിനെക്കാട്ടിലും വലിയ ക്ഷേത്രം. പക്ഷെ അമ്മയുടെ ആങ്ങളെയും അമ്മയുടെ നാത്തൂനും തമ്മിൽ ഭയങ്കര പോരാ, എന്നും വഴക്ക. ഞാൻ വിചാരിക്കും അവരിപ്പം ഞാൻ സുവിശേഷം പറയാം, ആദ്യത്തെ തന്നെ ഇങ്ങനെ സുവിശേഷം പറയും. കാരണം അമ്മ പറയും, ഈ ഞങ്ങളെ നാണക്കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നീ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് സ്തോത്രം, സമയത്ത് ആരേലും നിന്നോട് ചോദിക്കും നീ വിശ്വാസത്തിലായപ്പോ എന്ന്. അതുകൊണ്ട് നീ ഒരിക്കലും ഈ കമ്മലും മാലയും മാറ്റരുത്. കമ്മലും മാലയും മാറ്റിയാൽ അറിയുന്നത്, നീ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ നീ അനുസരിക്കത്തില്ലാത്ത ഒരു അവസ്ഥയിൽ അത്രയ്ക്കും നിനക്ക് ഈ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും പിന്നാലെ പോയത് കൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുമായിരുന്നു. ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും പിന്നാലെയാണെന്ന്, അവരെന്തോ നിനക്ക് നിന്നെ എന്തോ ഇങ്ങനെ വശീകരിച്ച്
കൊണ്ടുപോയെന്നാ പറഞ്ഞെ. അങ്ങനെ പക്ഷെ ഞാൻ എപ്പോഴും അന്നേരം കരുത്തോട് പറയും, ഇല്ല, ദൈവത്തിന്റെ സ്നേഹമായി എന്നെ വശീകരിച്ചത്, ദൈവമായി എന്നെ, ഹല്ലേലൂയ സ്തോത്രം, എന്നെ 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 ഇങ്ങനെ ആക്കി. എനിക്ക് പറ്റത്തില്ല അമ്മ, എനിക്ക് അപ്പ അമ്മ ഉപേക്ഷിച്ചാലും എനിക്ക് എന്റെ കർത്താവ് അത്രയ്ക്കും എനിക്ക് വലുതാണെന്ന് ഞാൻ അന്നും പറയുമായിരുന്നു. സ്തോത്രം. അമ്മ പറഞ്ഞു, നീ ഇത് ഉപേക്ഷിക്കരുത്, അന്നേരം എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ നിന്ദിക്കും, നീ ഏകയായി പോണ്ടി വരും എന്ന് ഇങ്ങനെ പറഞ്ഞു. ഹസ്ബൻഡിന്റെ വിശ്വാസം അത്ര തീവ്രമായിരുന്നില്ല എന്ന് എന്റെ വീട്ടിലും അറിയായിരുന്നു. എനിക്കാണ് ഈ തീവ്രത. അപ്പൊ ഹസ്ബൻഡിനോട് ചോദ്യം ചെയ്യുമ്പോൾ അറിയാം, എനിക്കാണ് തീവ്രത കൂടുതൽ, എനിക്കാണ് സ്നാനപ്പെടണമെന്ന് ആഗ്രഹം, എനിക്കാണ് ഏറ്റവും കൂടുതൽ ഈ കമ്മലും മാലയോ ഊരണമെന്ന് ആഗ്രഹം എല്ലാം. അങ്ങനെയാണ് എന്ന കാര്യം ഹസ്ബൻഡിന്റെ അമ്മ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞാലും കമ്മലും മാലയോ ഒന്നും ഊരിയിട്ടില്ല. സ്തോത്രം. പക്ഷെ എന്നോട് അമ്മ പറഞ്ഞു, ഇത് ഊരണം എന്ന് പറഞ്ഞപ്പം, കാരണം നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമല്ലോ നാട്ടിൽ വരുമ്പോ, അതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് അമ്മയുടെ ഒരു ഒരു അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, നമുക്കത് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അമ്മ, ഞാൻ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനല്ലേ. എന്റെ ബുദ്ധിയിൽ പെട്ടെന്ന് ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ സ്നാനപ്പെട്ടപ്പോ എന്റെ കർത്താവ് എന്നോട് ചോദിച്ചു, നീ എന്റെ ജാരസന്തതിയല്ല, ഞാൻ നിന്നെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ചതാ. ഞാൻ സ്തോത്രം, നീ എന്നെ എന്തായിട്ടാ നിന്റെ അപ്പനെ, നിന്റെ പിതാവിനെ നീ മറഞ്ഞിരുന്നാണോ സ്നേഹിക്കേണ്ടത്? നീ നേരെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ പിതാവ് ആരാണെന്ന് നീ കാണിച്ചു കൊടുക്കണം. നിന്റെ ദൈവത്തിന്റെ പുത്രൻ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ആ സത്യസുവിശേഷത്തിന് നീ വാഹകയായിരിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ആ നിമിഷം തന്നെ അതിനെ ചപ്പും ചവറ് എവിടെയാണ് അല്ലെ എന്താണ് അതുകൊണ്ട് യൂസ്ഡ് ആയതെന്ന് പോലും ഇന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിലാ സ്തോത്രം, അത് ഞാനും ഹസ്ബൻഡും ഒന്നിച്ച് സ്നാനപ്പെട്ടു. ആ സാധനം ഊരിക്കൊടുത്തു, കമ്മലും താലിമാലയും അല്ലെ പിന്നെ വെഡിങ് റിംഗ് എല്ലാം അല്ലേ സ്തോത്രം കൃപയാൽ ഊരിക്കൊടുത്തു. അങ്ങനെ ദൈവം സഹായിച്ച് അന്ന് തൊട്ടേ എന്നെ കർത്താവ് എളിയവരോട് സദ്വർത്തമാനത്തെ ഘോഷിക്കാൻ യഹോവയെ കർത്താവിന്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. ആരെ കണ്ടാലും ഞാൻ സുവിശേഷം പറയും, എവിടെയായാലും ബന്ധുക്കളോട് ഞാൻ സുവിശേഷം പറയും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൽ ഇന്ന് വരെയും സ്തോത്രം, ഞാൻ ഒരു ലിഫ്റ്റിൽ കയറിയാലായാലും ഹല്ലേലൂയ സ്തോത്രം, എന്നോട് കർത്താവ് പറയും, നീ നമ്മൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ അവരോട് ഇണങ്ങി സംസാരിച്ചതിന് ശേഷം കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ സുവിശേഷം പറയുന്ന ആന്റി പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ ഈ കർത്താവിനെ അറിയുന്നു എന്ന് പറയുകയും, അല്ലെ ജോലി സ്ഥലത്തൊക്കെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ രൂപം കിടന്ന ആ ഒരു സ്നേഹം നിമിത്തം, കർത്താവിനെ ആകർഷിച്ച നിമിത്തം, കർത്താവിനെ അറിയുവാനിടയായി, ഹല്ലേലൂയ സ്തോത്രം, ആ ചർച്ചിലേക്ക് പോകുവാനിടയായി. സ്തോത്രം. എന്നെ കൃപയാൽ അത്രയും ശക്തമായിട്ട് കർത്താവ് എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ഇടയായി നമ്മൾ എത്രയോ പേരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാത്ത ഈ വലിയ നമുക്ക് സൗജന്യമായി ലഭിച്ച ഈ വലിയ രക്ഷ, ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മൾ പറയാതിരുന്നാല് നമ്മൾ സുവിശേഷത്തിനെ കുറിച്ച് ലജ്ജിച്ച കർത്താവ് പറയും, ഞാനും ഹല്ലേലൂയ സ്തോത്രം എന്റെ രണ്ടാം വരവിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കും. നിങ്ങൾ എത്രമാത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മക്കളെന്ന് കാണിക്കേണ്ടതിന്, നിന്റെ വേലയെ തികച്ചു കൊള്ളുവാനാ, ദൈവത്തിന്റെ രാജ്യം വരുത്തുവാനാ നിന്റെ സ്നേഹം, എന്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു സ്നേഹത്തിന്റെ സുവിശേഷത്തിന്റെ കൊടിയുമായി നമ്മൾ ആ സ്തോത്രം കർത്താവിന്റെ നമ്മളെ ആ കർത്താവ് പറഞ്ഞ ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, നീ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്ക് നീ പോകുവിൻ, ആ സത്യസുവിശേഷം പറയുവിനെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കർത്താവ് എന്നെ നേടി അന്ന് എന്നോട് ഞാൻ ആരെ കണ്ട, അത് ഈ മുസ്ലിം ആയാലും ഇവിടുത്തെ കുവൈറ്റി ആയാലും സ്തോത്രം, ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം അഹങ്കാരം പറയുവല്ല, എനിക്ക് അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവം എനിക്ക് തന്ന ആ ഒരു കൃപ, നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ആ ഒരു വിളിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ദൈവമക്കളെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം വേലക്കാരെ സ്തോത്രം വളരെ ചുരുക്കമാ, വയലിങ്ങനെ വിളഞ്ഞു കിടക്കുക, കർത്താവ് വരാൻ ഹല്ലേലൂയ കാലമായി. കർത്താവിനെ നമ്മൾ സുവിശേഷിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. കർത്താവിനെ പറ്റി നമ്മൾ പറയുവാൻ ലജ്ജിച്ചു പോയാൽ അവൻ വരുന്ന നാൾ നമ്മളെ പറ്റിയും ഓർത്ത് ലജ്ജിക്കുമെന്ന് അല്ലെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അന്ന് തൊട്ടേ ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനെ നടത്തി കർത്താവിൽ സന്തോഷിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെ ഒക്കെയും ശ്രേഷ്ഠരെന്നെണ്ണുവാനൊക്കെയും, ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരോട് ഭിന്നത ഒന്നും കാണിക്കാതെ ഇരിക്കുവാനൊക്കെയും ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒക്കെയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വഴികൾ കൽപ്പനകളിലൊക്കെയും രസിക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ചിന്തിക്കുവാനൊക്കെയും ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ അമ്മാവി
എല്ലാവരും മരിച്ചു പോകുന്ന ക്യാൻസറായിട്ട് ഡയഗ്നോസ് ആയി. സ്തോത്രം ഇവിടെ നിന്ന് പോയി. ഹല്ലേലൂയ. 1.5 വർഷം 2019 ഇവിടെ നിന്ന് പോയി. 1.5 വർഷം ജീവിച്ചിരുന്നു. സ്തോത്രം അത് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ പോലും അറിയാതെ പിന്നെയും എന്നെ തേടി കുറെ ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങളും ദുഷികളും അമ്മാനെ നോക്കിയില്ല, അവിടെ കൊണ്ടുപോയി നീ നിന്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളും ദുഷികളും എല്ലാം കേട്ടു. ഹല്ലേലൂയ സ്തോത്രം ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല. ഞാൻ എന്റെ അമ്മയെക്കാട്ടിലും അധികമായിട്ട് നോക്കി. പേരുദോഷം വരരുതെന്ന് വെച്ചാൽ എന്റെ ബുദ്ധിക്ക് ഡോക്ടേഴ്സ് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ടെസ്റ്റ് ചെയ്തവളാ ഞാൻ. ഹല്ലേലൂയ സ്തോത്രം ട്യൂമർ മാർക്കേഴ്സ് ഒക്കെ ഞാൻ പോയി, ആരും എന്നോട് പറയാതെ ഞാൻ എല്ലാ ട്യൂമർ മാർക്കേഴ്സും പോയി ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം വിത്തിൻ നോർമലായിരുന്നു. സ്തോത്രം പിന്നെ അമ്മേനെ കൊണ്ടുപോയത് ഞാൻ ഞാൻ അമ്മേനെ ഒത്തിരി ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, മിനിസ്റ്ററുടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ബയോപ്സി എടുത്ത് റിസൾട്ട് വരുന്നില്ല, ലേറ്റ് ആയിട്ടാ വന്ന. റിസൾട്ട് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് പോസിറ്റീവാ. ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ചു പോലും ഇല്ലാത്ത ഒരു റിസൾട്ടാ കിട്ടിയത്. ഹല്ലേലൂയ സ്തോത്രം അവിടെ നാട്ടിൽ ചെന്ന് സ്തോത്രം റിലേറ്റീവ്സ് എല്ലാം പറഞ്ഞു അമ്മേനെ കെയർ ചെയ്തില്ല, അതുകൊണ്ടാ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി അമ്മ പറയുമായിരുന്നു വേറെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വിവാഹത്തിന് ഞാൻ പോകുന്നുള്ളൂ, നാട്ടിൽ പോകുന്നുള്ളൂ, ഓഗസ്റ്റ് 19 അവളുടെ വിവാഹം, അന്നേരെ പോകുന്നുള്ളൂ എന്ന് പറയാം. അപ്പൊ 2 ചെലവില്ലല്ലോ, അപ്പൊ ഒന്നിച്ചു പോകാം, അവിടെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറയും. പക്ഷെ ഞാനാണെന്നുണ്ടെ നേരത്തെ അങ്ങനെ മെയിൽ തന്നെ അത് ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അതിന് മുന്നേ ട്യൂമർ മാർക്കേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നോർമൽ ആയിരുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. സ്തോത്രം. അങ്ങനെയാണ് പിന്നെ ബയോപ്സി ചെയ്തതും എന്നിട്ട് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നതും. പക്ഷെ ഒത്തിരി എല്ലാവരും റിലേറ്റീവ്സ് എന്നെ, ഹസ്ബൻഡ് ഉൾപ്പെടെ എന്നെ ഒറ്റപ്പെടുത്തിയ ഞാൻ ചെന്ന് കാണിച്ചിട്ടും എന്റെ ഹസ്ബൻഡ് പറഞ്ഞ അവസ്ഥയുണ്ട്, നീ കാരണമാ സ്തോത്രം അമ്മ ഇത്രയും പെട്ടെന്ന് മരിക്കാനിടയായതെന്നൊക്കെ പറഞ്ഞിട്ട് 1.5 വർഷം അമ്മ ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും അല്ല മുന്നോട്ട് പോവാൻ കഴിഞ്ഞില്ല. ഒറ്റപ്പെടുത്തി. അമ്മയുടെ അനിയത്തിമാരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി. മിണ്ടാതിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊന്നും സ്തോത്രം തിരിച്ചു പറഞ്ഞില്ല. എന്റെ ദൈവം അറിയുന്നു എല്ലാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മുന്നിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, ഞാൻ എങ്ങനെ നോക്കി, എനിക്കറിയാം കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം അവർക്കൊക്കെയും അത് ബോധ്യമായിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഹൃദയം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആരാ പ്രതികൂലം മക്കളെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്റെ പക്ഷത്തിൽ വരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്റെ സ്വഭാവത്തിൽ ഹല്ലേലൂയ അവർക്കറിയാം ഞാൻ ഒരിക്കലും ദോഷമായിട്ട് ആർക്കും ഒരു വഴി കൂടെ പോകുന്ന ഒരാൾക്ക് പോലും ദോഷം വരുത്തുന്ന ഒരു ആളല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം കാലങ്ങൾ അവരെ തെളിയിച്ചു കൊടുത്ത് എനിക്ക് ശത്രുവിന് പോലും ഞാൻ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയാന്ന് മാത്രമാകട്ടോ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പറയുവാൻ നമുക്ക് സ്വഭാവത്തിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് തരുമ്പോൾ എന്താണ് എന്റെ കൽപ്പന, ഇതാണ് നീ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമേ കർത്താവിന്റെ വഴികളൊക്കെയും ആ സൽകീർത്തി ആ ഒരു പുകഴ്ചയായതിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ആകുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്നോട് ദേഷിച്ചവരെയും എന്നെ പകച്ചവരെയും ഒക്കെ സ്നേഹിക്കും. മിണ്ടാതിരുന്ന് ഞാൻ കർത്താവ് അവരുടെ ദൈവം സ്തോത്രം അതൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. ഇന്നെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം അവരുടെ വീട്ടുകാർ പറയും, നീ എന്റെ ഭവനത്തിൽ വന്നത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര വിളക്കാ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്, ഞങ്ങളെല്ലാവരും ഞങ്ങളെ രക്ഷപ്പെടുവാൻ ഇടയായെന്ന്. ഇപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇരിക്കുന്ന. സുവിശേഷം അവർ കേൾക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാനും ഷോർട്ട് മെസ്സേജ് കർത്താവിന്റെ കൃപയാൽ എന്നോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെറിയ മെസ്സേജ് എല്ലാ ദിവസവും കൃപയാൽ ചെയ്യാൻ ദൈവം എന്നോട് സ്തോത്രം ആലോചന നൽകിയത് പ്രകാരം ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട് കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമായി ഇന്നും സ്തോത്രം ആയിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി 2 കുഞ്ഞുങ്ങളെ വളർത്തണം. ഹസ്ബൻഡ് അമ്മയുടെ മരണശേഷം ചർച്ച വരുത്തില്ല, ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കളിക്കാൻ പോകും. അങ്ങനെ ഇന്നും വീട്ടിലാണെന്നുണ്ടെ എന്റെ കുട്ടിദാസനില്ല. സ്തോത്രം. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ എന്തിനാണ് വരുന്നത്, എനിക്ക് കുണ്ടി അടിച്ച് പാടിയാൽ മാത്രമേ വിശ്വാസം കാണിക്കത്തുള്ളൂ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആഭരണം ഊരിയവരാ. അമ്മ മരിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോ അമ്മ സ്തോത്രം അമ്മയുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഇത് ഇൻഫ്ലുവൻസ് കാരണം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അമ്മനെ ആ ഒരു രീതിയിൽ അടക്കുകയൊക്കെ ചെയ്തത്, അവരെ ദഹിപ്പിക്കുകയൊക്കെ ആയിരുന്നു. സ്തോത്രം. അമ്മയുടെ ഒരു ഇതൊക്കെ ഇതിനാണ് ഓർമ്മയ്ക്കാന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളി മാലയ്ക്കകത്ത് ലോക്കറ്റിനകത്ത് സ്തോത്രം എടുത്ത് എന്തോ ഇങ്ങനെ അവിടുത്തെ മണ്ണാന്ന് പറഞ്ഞ് എടുത്തൊരു ലോക്കറ്റ് ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എങ്ങനെ ഇദ്ദേഹത്തോടൊപ്പം ജീവിക്കും എനിക്കറിയത്തില്ല. വിശ്വാസത്തിൽ വരികയും ദൈവത്തിനെ ക്രൂശിക്കുകയും ചെയ്ത അദ്ദേഹത്തോടൊപ്പം
എങ്ങനെ ജീവിക്കുന്നോർത്ത് എനിക്ക് ഭയങ്കര ഭാരങ്ങളും വേദനയും എനിക്ക് വന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഹൃദയവേദന വന്നു. ഞാൻ ഏട്ടനോട് ചോദിക്കും, ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഞാൻ ഭാരപ്പെട്ടു. ഞാൻ അതിനെ ഒരു ദിവസം രാത്രികാലങ്ങളിൽ എനിക്ക് ഉറക്കമില്ല. ഈ മാല എടുത്ത് ഒരു ദിവസം ഞാൻ കർത്താവിന്റെ കൃപയാൽ എടുത്ത് ഞാൻ ഇന്ന് ഞാൻ അതാരോ എന്റെ ദൈവത്തിന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ മാല എടുത്ത് ഞാൻ കളയാൻ ഇടയായി. സ്തോത്രം. ഹസ്ബൻഡ് രാവിലെ ഭയങ്കര വിഷമത്തില് ദേഷ്യത്തില് എന്നോട്, വിഷമത്തിലല്ല ഭയങ്കര ദേഷ്യമുണ്ട്. ഭയങ്കര ഞാൻ ഹിന്ദു ദീപം മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ, നിനക്ക് തലയ്ക്ക് ഭ്രാന്താണ്, നിനക്ക് സുവിശേഷത്തിന്റെ ഭ്രാന്തി കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിനക്ക് തീവ്രവാദമാണ്, നിനക്ക് സാധാരണ ഒരു ലെവലല്ല. എന്റെ റിലേറ്റീവ്സ് പറഞ്ഞു, എന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു, സുധീർ നിനക്ക് നിനക്ക് ആരെ കണ്ടാലും നിനക്ക് എല്ലാരെയും മതം മാറ്റാൻ നടക്കുന്നത് എന്തിനാണെന്ന് എന്നോട് എന്റെ റിലേറ്റീവ്സ്, എന്റെ ബ്രദർ ഇവിടെ കൊണ്ടുവന്ന ദൈവമക്കളെ അവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി. 3.5 വർഷത്തോളം എന്നെ ഒറ്റപ്പെടുത്തി. അവരുടെ വീട്ടിൽ കയറ്റത്തില്ലായിരുന്നു. പിന്നെ സ്നേഹത്തോടെ വിളിച്ച് കയറ്റുമ്പോഴത്തേക്കിന് പിന്നെയും എന്നെ തിരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരോട് ചേരുവാനല്ല, അവരെന്നോട് ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തി. എന്റെ കുഞ്ഞുങ്ങളെ കൃപയാൽ ഇതുവരെയും സ്തോത്രം കമ്മലും മാലയും ഒന്നും ധരിപ്പിക്കാതെ ദൈവത്തിന് അതാണ് വലുതെന്നല്ല. നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നമ്മൾ ജീവിക്കണം. കർത്താവ് നമ്മളെ കണ്ട് ഒരു സാക്ഷ്യം വേണം. കമ്മലും മാലയും സ്തോത്രം ഉപേക്ഷിച്ചിട്ട് സ്വഭാവത്തിൽ നമുക്ക് മാറ്റം വന്നില്ലെങ്കിൽ സ്തോത്രം ഒന്നുമില്ല. സകലത്തിലും നമ്മുടെ ദേഹത്തിലും നമ്മൾ ഒരു പുതുക്കം വന്ന പുതിയൊരു സൃഷ്ടിയായി കർത്താവിന് സ്തോത്രം ആ നിറവുള്ള ആ മക്കളായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തില് കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗത്തിൽ അഭിഷേകത്തോടെ നിൽക്കുന്ന ഒരു തലമുറയായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്ന നേരത്തെ ഒരു സഭയിലായിരുന്നു പൊക്കോണ്ടിരുന്ന. ചില വിഷയങ്ങൾ മുഖാന്തരം കൂടെ സുദ്ര ഹസ്ബൻഡിന് ആ ഒരു സഭയിലേക്ക് പോകുന്ന സുദ്ര ആഗ്രഹം നിൽക്കുകയും ആ ചർച്ചിലേക്ക് വരാനായിട്ട് പുള്ളിക്കാരൻ വരാൻ താല്പര്യമില്ല, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കൃപയാല് സ്തോത്രം ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു വേറൊരു എന്റെ കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്തണം. ദൈവത്തിന് മുന്നിൽ സ്തോത്രം മനുഷ്യർക്ക് മുന്നിൽ അവർ ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. സ്തോത്രം ഒരു ചർച്ചിലേക്ക് സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ഡിസംബറിൽ എന്നെ വേറൊരു ചർച്ചിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ട് വേറൊരു ചർച്ചിലേക്ക് കുവൈറ്റിന്റെ പ്രദേശത്ത് ദൈവത്തെ വളരെ ആത്മാർത്ഥമായിട്ട് സേവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ട് സ്തോത്രം ശരീരത്തെ സ്തോത്രം ആത്മാവിനെ യാഗമാക്കാൻ സ്തോത്രം ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സ്തോത്രം വിശുദ്ധരായിട്ടുള്ള അങ്ങനെ കർത്താവിനോട് ചേർന്ന കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്തോത്രം ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകാൻ ഇടയായി. ആ ചർച്ചിന്റെ സ്ഥാപക വേറെ ആരുമല്ല, സ്തോത്രം ദൈവത്തിന് വേണ്ടിയിട്ട് വില കൊടുത്ത് സ്തോത്രം ദൈവത്തിന് സ്വന്തം അധ്വാനങ്ങളെല്ലാം സ്തോത്രം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സ്തോത്രം കൊടുത്ത സ്വന്തം പുത്രനെയും പുത്രിയെയും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു മാതാവ്. അതായത് ആ മാതാവാണ് റേച്ചൽ അമ്മച്ചി. ആ മാതാവും സ്തോത്രം ആ പിതാവുമാണ് ഇവിടുത്തെ ഈ ചർച്ച് കുവൈറ്റ് ബദേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിന്റെ സ്ഥാപകര്. സ്തോത്രം അവർ പല ചർച്ചുകൾ സ്ഥാപിച്ചു. അവരെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സ്തോത്രം ഞാൻ കർത്താവിൽ പ്രശംസിക്കും. ദൈവമേ ഇത്ര ആലോചന കർത്താവ് ഒരു ലുദിയയുടെ ഹൃദയം തുറന്ന പോലെ അമ്മച്ചിക്ക് കൊടുത്ത ആഗ്രഹം കൊണ്ട് അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് ഇന്നും 71 വയസ്സ് തികഞ്ഞ് സ്തോത്രം ആയിരിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും വചന ശുശ്രൂഷകളിലും ഒക്കെയും ജാഗരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവത്തിന്റെ സഭയെ വളർത്തുവാൻ കർത്താവ് പറഞ്ഞു. സ്തോത്രം നീ എന്നെ നമ്മൾ വചനം ചിന്തിക്കുന്നത് പോലെ ഞാൻ സ്തോത്രം നിനക്കുള്ളവൾ, നീ എനിക്കുള്ളവൾ, നീ എന്ത് ചെയ്യും സ്തോത്രം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും. കർത്താവിന്റെ ആ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്. സ്തോത്രം അവൻ താമരകളുടെ ഇടയിൽ സ്തോത്രം ആട് മേയ്ക്കുന്നു. അനേക ആടുകൾ സ്തോത്രം ആടുകളെ പോലെ മനുഷ്യൻ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം വളരെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ഡിസൈബിൾസ് ആയി തീരുവാൻ ദൈവം തിരഞ്ഞെടുത്തവർ പോലും പലതും കണ്ട് മാറിപ്പോയപ്പോൾ സ്തോത്രം പത്രോസിനോട് ദൈവം സ്നേഹമുണ്ടെന്ന് പറഞ്ഞ, ഞാൻ ഇവരെക്കാട്ടിലും അധികമായി നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ പത്രോസിനോട് കർത്താവ് പറയും, ഇവരിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ ആടുകളെ മേയ്ക്കുക എന്ന്. നമ്മളും കർത്താവ് പറയുക സ്തോത്രം ഞാൻ നിനക്കുള്ളവളാണോ, നീ എനിക്കുള്ളവനാണോ, ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ വന്നത്. സ്തോത്രം ദൈവത്തിന്റെ രാജ്യത്തെ പണിയുവാനാ എന്റെ സ്നേഹം, എന്റെ ശരീരം കൊടുത്ത് എന്റെ ആത്മാവിനെ കൊടുത്ത് എന്റെ മനസ്സും ഞാൻ പൊഴിച്ചു സ്തോത്രം ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഞാൻ
തന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ എന്ത് പകരം കൊടുക്കും? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരനെ ഹല്ലേലൂയ സ്തോത്രം ദൈവം പറയുക, നീ എന്നെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുക. നിന്റെ സഹോദരൻ ആരാ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ കൂടെ ആയിരിക്കുന്നവർ, നിന്റെ സ്ഥലത്ത് നീ പരിചയപ്പെടുന്നവരെല്ലാം നിന്റെ സഹോദരങ്ങളെ ക്രിസ്തുവിൽ ജനിക്കുവാൻ, അവർക്ക് വേണ്ടിയിട്ട് പ്രസവ വേദനപ്പെടുവാൻ കർത്താവ് നമ്മളെ പറ്റി ഓരോരുത്തരെ പറ്റിയും ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുക, അവരെയും ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെക്കുക എന്നുള്ള ആ വലിയ ദൈവത്തിന്റെ ആ വലിയ വലിയ ആഗ്രഹം, ഹൃദയം ദൈവം നമുക്ക് വേണ്ടി പൊഴിച്ചു തരുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും വർദ്ധിച്ചു വരാം. ഈ സ്നേഹത്തിൽ നിന്ന് വേറെ ഏത് സ്നേഹവും മാറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. ഭർത്താവിന്റെ സ്നേഹം, മാതാവിന്റെ സ്നേഹം, അപ്പന്റെ സ്നേഹം എല്ലാം മാറിപ്പോവും. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഒരിക്കലും മാറാത്ത ദൈവം ആ വലിയ സ്നേഹത്തിലേക്ക് അടിയനെ കൊണ്ടുവന്നപ്പോൾ കർത്താവിനറിയാം, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി സ്നേഹം തന്നു, എന്റെ ജീവനെ നൽകി, നീ എനിക്ക് വേണ്ടി പകരം എന്ത് ചെയ്യും? അപ്പൊ സ്തോത്രം, ദാവീദ് പറഞ്ഞ പോലെ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവേ, നാൾതോറും നാടെങ്ങും നിന്നെ ഘോഷിക്കുവാൻ തക്കവണ്ണം നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ എന്നെ മാനപാത്രം കരുണാപാത്രമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം നമ്മളെ ആക്കി ആയിരിക്കുമ്പോഴാ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ആ പത്രോസിനും സ്തോത്രം അത്രയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പേരെ ദൈവമേ, ഞാൻ സ്തോത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എന്റെ ആടുകളെ മേയ്ക്കുക, നീ അനേകർക്ക് വേണ്ടിയിട്ട് എന്റെ നാമത്തിന് വേണ്ടിയിട്ട് നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. അനേകർക്ക് സ്തോത്രം സ്നേഹം പകരുവാൻ, ഈ സ്നേഹത്തിന്റെ സാക്ഷ്യം പകരുവാൻ, സ്നേഹത്തിന്റെ സുവിശേഷത്തിന്റെ ഘോഷകരായി തീരുവാൻ തക്കവണ്ണം. അല്ലെങ്കിൽ നമ്മൾക്ക് അയ്യോ കഷ്ടം, നമ്മളെ ഓർത്ത് കർത്താവ് വരുന്ന നാളിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെയും ഓർത്ത് കർത്താവ് സ്തോത്രം പിൻവാങ്ങി പോകാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ നമ്മളെ എല്ലാം ഫരമേൽപ്പിക്കാൻ, ദൈവത്തിന്റെ വേലയെ തികയ്ക്കുവാൻ നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന ആ രക്തത്തിന്റെ മഹത്വം എന്തെന്ന്, ആ പാപങ്ങൾ സ്തോത്രം കഴുകപ്പെടുന്ന രക്തം, ഹല്ലേലൂയ സ്തോത്രം ശാപങ്ങളെ മാറ്റുന്ന കർത്താവിന്റെ മരണം, രോഗങ്ങളെ മാറ്റുന്ന കർത്താവിന്റെ അടിപ്പിണരുണ്ടെന്നും സംസാരിക്കുവാൻ, അനേകർക്ക് വേണ്ടി അനേകർ പാപികൾ എന്നെ പോലെ സ്തോത്രം സ്നേഹമില്ലാതെ എന്താണ് സ്നേഹമെന്നറിയാത്തവരുണ്ടായിരിക്കാം, പാപത്തിൽ കഴിയുന്നവരുണ്ടായിരിക്കാം, സ്തോത്രം ഗിൽറ്റി ഫീലിംഗിലായിരിക്കുന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവത്തിന്റെ രാജ്യത്തെ ഈ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഈ വരവിൽ അനേകർ എടുക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. അതിനു വേണ്ടിയിട്ട് നമ്മളെയൊക്കെയും സുവിശേഷത്തിന്റെ വക്താക്കളാക്കി കർത്താവ് നിർത്തിയിരിക്കുന്നു. അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ആയിരിക്കുന്നവരൊക്കെയും സ്തോത്രം 24/7 ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അനേകർ പിന്നെയും അവൈലബിൾ ആയി തീരേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എടുത്തു വെച്ച, നമുക്ക് ദൈവം തന്ന ആ വലിയ സ്തോത്രം മിഷന് വേണ്ടിയിട്ട് നമുക്കായിരിക്കാം. ദൈവം ഹല്ലേലൂയ സ്തോത്രം ഈ സാക്ഷ്യത്തിൽ നിന്ന് സ്തോത്രം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് പിന്നെയും ദൈവത്തിന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി നിൽക്കുവാൻ, ഞാൻ നിനക്കുള്ളവളാ, നീ എനിക്കുള്ളവനാ, നിന്റെ ജീവൻ നൽകിയെങ്കിൽ ഞാനും എന്റെ ജീവൻ നൽകുമെന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ, നമ്മുടെ സമയം നൽകുമെന്ന് പറയുവാൻ ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും നമുക്ക് നമ്മുടെ മേല് ഭാരമുള്ളവരായി നമ്മൾ ജീവിക്കുവാനൊക്കെയും, കർത്താവിൽ ജീവിക്കുവാൻ, എപ്പോഴും കർത്താവിൽ തന്നെ സന്തോഷിക്കാൻ. ഈ ലോകത്തിന്റെ സന്തോഷം മാറിപ്പോകും, പക്ഷെ എപ്പോഴുമുള്ള നമ്മളിൽ നിന്ന് മാറിപ്പോകാത്ത സ്നേഹം ദൈവത്തിന്റെ നിത്യസ്നേഹം, ആ നിത്യ സന്തോഷം ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. സ്വർഗരാജ്യം എന്ന് കാണിക്കത്തക്ക രീതിയിൽ നമ്മളിൽ സ്നേഹത്തിന്റെ ഭാഷ തന്നെ സംസാരിച്ചുകൊണ്ട് ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം തന്ന എന്റെ കർത്താവിനെ കോടിക്കോടി നന്ദി. എന്നെ അനുവദിച്ച എല്ലാ ദൈവമക്കളെയും പിതാന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ജീസസ് ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു കർത്താവേ, അപ്പാ ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവേ, അപ്പാ സ്തോത്രം ദൈവമേ, ഒരു വാക്ക് പറഞ്ഞല്ല ദൈവമേ സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞല്ല കർത്താവേ, ശുഭിച്ച നീ വന്നു കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നു ജീവനെ കർത്താവേ, ശുഭിച്ച കർത്താവേ, നിന്റെ ജീവൻ കർത്താവേ നോക്കുമ്പോൾ കർത്താവേ കാൽവരി കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട രൂപമാ കർത്താവേ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവരായി ജീവിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് ഏറെ ദൈവമേ നല്ലത് കർത്താവേ, ശുഭിച്ച കർത്താവേ, വേറെ ഒന്നിലേക്ക് ദൈവമേ അപ്പച്ചൻ സ്തോത്രം ആകർഷിക്കപ്പെടാതിരിക്കേണ്ടതിന് പിതാവേ പിന്നെ ഞങ്ങളെ ആകർഷിച്ച് കർത്താവേ മാറുപോട് ദൈവമേ അപ്പ യോഹന്നാനെ ചേർത്തണച്ചതുപോലെ കർത്താവേ, നിന്റെ ഹൃദയം എപ്പോഴും ദൈവമേ അപ്പ നിന്റെ സ്പന്ദനത്തിൽ ദൈവമേ അറിഞ്ഞ് കർത്താവേ, അപ്പൊ നിന്റെ ആഗ്രഹം അറിഞ്ഞ് കർത്താവേ, അത് നിവർത്തിക്കുവാൻ തക്കണം, അത് തന്നെ ഞങ്ങളുടെ ആഹാരം എന്ന് പറഞ്ഞ് കർത്താവെ ജീവിക്കുവാൻ തക്കണം ദൈവമേ, ആ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ കർത്താവെ ദൈവമേ ദൈവകൃപയിൽ തന്നെ ഞങ്ങളെ നിലനിർത്തുവാൻ തക്കണം കർത്താവിന്റെ വലിയ വലിയ അപസ്തത്തിൽ കൃപയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് കർത്താവെ, അപ്പൊ ഞങ്ങളെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന്, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരെന്ന് പറയുവാൻ തക്കവണ്ണം, കർത്താവിൽ പ്രശംസരാക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അപ്പൊ ഈ ദൈവമേ അപസ്തത്തിൽ കർത്താവെ ഈ മീറ്റിംഗ് അപ്പൊ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കർത്താവെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
കർത്താവേ. അപ്പൊ ഈ അനുഗ്രഹം അവിടുത്തെ വരോളം നിലനിൽക്കട്ടെ കർത്താവേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, മഹത്വത്തിനാക്കി തീർക്കണം, നിന്റെ ആലോചന നടത്തണം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആമേൻ.